वीरं स्वरूपं तथा वा कलत्रं यशश्चारुचित्रं धनं मेरुतुल्यम् मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् कलत्रं धनं पुत्रपौत्राधि सर्वं गृहं बान्धवा सर्वमेतत्यजातं मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् षडङ्गादिवेदो मुखे शास्त्रविद्या कवित्वादिगद्यं सुपद्यं करोति मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् विदेशेषु मान्यः स्वदेशेषु धन्यः स्वदाचारवृत्तेषु मत्तो न चान्यः मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् क्षमामण्डले भूपभूपालवृन्दै सदा सेवितं यस्य पादारविन्दम् मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् यशो मे गतं धिक्षुधानप्रतापात् जगद्वस्तु सर्वं करे सत्प्रसादात् मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् न भोगेन योगेन वा वाजिराजो न कान्ता सुखेनैव वित्तेषु चित्तम् मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं ततः किं ततः किं ततः किम् अरण्येन वा स्वस्य गेहेन कार्ये न देहे मनो वर्तते मे त्वनर्घ्ये मनश्चेन्न लग्नं गुरोरङ्घ्रिपद्मे ततः किं 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 ततः किम् ओम गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുനാഥന്റെയും അമ്മയുടെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് തുടങ്ങട്ടെ. വീഡിയോ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കിട്ടുന്നില്ല. എന്തായാലും ഞാൻ ഓക്കെ, എന്തോ ഒരു പെർമിഷൻ എന്തോ ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, മാധവ കേരളം 2025 എന്ന പേരില് ശ്രേഷ്ഠാചാര സഭ ഏറെക്കാലമായി സ്വർഗീയ മാധവജിയുടെ സ്മരണ പുതുക്കുകയാണ്. ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയും അദ്ദേഹം ഭാരതീയ ഹൈന്ദവ സമാജത്തിന് നൽകിയ സംഭാവനകളെയും അദ്ദേഹം നൽകിയ പ്രഘോഷണങ്ങളെയും ജീവിതവ്രതമാക്കി കൊണ്ടു നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാധകന്മാരുടെ കൂട്ടായ്മയാണ് ശ്രേഷ്ഠാചാര സഭ. സഭയുടെ ഗുരുനാഥൻ, അതേപോലെ അമ്മ മാധവജിയുടെ കൈപിടിച്ച് നടന്നവരാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ആക്കുന്നതിന് വേണ്ടിയിട്ട് ദീർഘകാലമായി പ്രവർത്തിക്കുന്നവരാണ്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, നാളല്ലെങ്കിലും ജന്മദിനമാണ്. തിരുവണ്ണൂർ കോവിലകത്ത്
ജനിച്ചു വളർന്ന 20-ാമത്തെ വയസ്സിൽ സ്വയം സേവകനായി തീർന്ന അദ്ദേഹം ജീവിതകാലം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ, ഹൈന്ദവ ധർമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അതിന്റെ അഭിമാനബോധം അവർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഒരായുസ് മുഴുവൻ. ക്ഷേത്രചൈതന്യ രഹസ്യം പോലുള്ള ധാരാളം ലേഖന സമാഹാരങ്ങളിലൂടെ, പ്രകൃതി മാസികയിലൂടെ ഒക്കെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സമാജത്തിന് മുന്നിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട സാധകന്മാരെ, എന്റെ കർത്തവ്യം സ്വാഗതം പറയലാണ്. നാം ജീവിക്കുന്ന വർത്തമാന കാലത്ത് എന്തുകൊണ്ടും പ്രധാനമാണ് മാധവ്ജി. സ്വർഗീയ മാധവ്ജിയുടെ അനുസ്മരണം നടത്താൻ ശ്രേഷ്ഠാചാര സഭ തീരുമാനിക്കുമ്പോൾ അമ്മയാണ് അനുസ്മരണ പ്രഭാഷണത്തിൽ ആദ്യം വരുന്നത്. ഗുരുനാഥൻ എപ്പോഴും അനുഗ്രഹ പ്രഭാഷണമാണ് പതിവ് അവസാനത്തേക്ക്. എന്തായാലും സമാപന പ്രഭാഷണം നടത്തുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീ MT വിശ്വനാഥൻ അവറുകളെ ആ പാദങ്ങളിൽ തൊട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. മറ്റൊന്ന്, അമ്മയാണ് മാധവ്ജിയുടെ വിനീത ശിഷ്യ, മാനസപുത്രി എന്ന് നമുക്ക് വിളിക്കാം. ആ അമ്മ ഞങ്ങളെയൊക്കെ വഴി നടത്തുന്നവരാണ്. അവരെയും അനുസ്മര പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, മാധവ കേരള സുധയിലൂടെ മാധവജിയുടെ ജീവിതത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ച് അതിനെ കൃത്യമായി പഠിച്ച് ഒരു ഗവേഷണാത്മകമായ രീതിയിൽ പ്രബന്ധം തയ്യാറാക്കിയ, പുസ്തകം തയ്യാറാക്കിയ ഡോക്ടർ ദീപേഷ് ആണ്. ഡോക്ടർ VK ദീപേഷ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും വളരെ വിനയപുരസ്സരം സ്വാഗതം ചെയ്യട്ടെ. മറ്റൊന്ന്, മാധവ്ജിയോടൊപ്പം നടക്കുകയും മാധവ്ജിയോടൊപ്പം സംഘപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന രാമേട്ടനാണ്, ശ്രീ രാമൻ പയ്യാനയ്ക്കൽ. അദ്ദേഹത്തെയും വളരെ വിനയപുരസ്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ പരിപാടിയുടെ അവസാനം നന്ദി അറിയിക്കുന്നത് ശ്രേഷ്ഠാചാര സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശൻ അവറുകളാണ്. പ്രകാശേട്ടനെയും വളരെ വിനയത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം ഈ പരിപാടിയെ കേൾക്കുന്നതിനും ഗുരുനാഥന്റെയും അമ്മയുടെയും പ്രഭാഷണങ്ങളും അതേപോലെ മറ്റു ഭാഷണങ്ങളും കേൾക്കുന്നതിനും തയ്യാറായി എത്തിയ മുഴുവൻ സാധകരെയും അകം പുറം നിറഞ്ഞ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അനുസ്മരണ ഭാഷണം ആരംഭിക്കാനായി ശ്രീമതി വാസന്തി വിശ്വനാഥൻ എന്ന ഞങ്ങളുടെ അമ്മയെ വളരെ വിനയത്തോടെ ക്ഷണിക്കട്ടെ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വത്യേ നമഃ. സ്വസ്തി. എല്ലാവർക്കും ഈ സുദിനത്തിൽ സാദര പ്രണാമം. ഇവിടെ 1926 മെയ് 31 പൂജാതനായ ശ്രീ P മാധവ്ജിയെ കുറിച്ച് ശ്രേഷ്ഠാചാര സഭ, അതിൻ്റെ കൂട്ടായ്മ ഒരു അനുസ്മരണം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും അതിൽ ഭാഗഭാക്കായിക്കൊണ്ട് ആ ഗുരു പരമ്പരയോട് ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയം ചെലവഴിക്കുകയാണ്. എത്രമാത്രം പഠിച്ചാലും തീരാത്ത ഗുരു പാരമ്പര്യത്തിന്റെ പാതയാണ് നമുക്കുള്ളത്. ഒരു നാമമോ ഒരു ശരീരമോ അല്ല ഗുരു. അതിലുപരി ശുദ്ധമായ ജ്ഞാനത്തിന്റെ ആ പ്രവാഹം, അത് 1926 മെയ് 31 ആ സാമൂതിരി കോവിലകത്ത് പൂജാതനായപ്പോൾ ആ ഇടവ മാസത്തിലെ കോരിച്ചെറിയുന്ന മഴയത്തും ആ അമ്മയുടെ താരാട്ട് അല്ലെങ്കിൽ അമ്മയുടെ മടിയിലേക്ക് കുഞ്ഞു വാവയായിട്ട് നമ്മുടെ എല്ലാ മക്കളും നമ്മളെല്ലാം വന്നതുപോലെ അദ്ദേഹം അവതരിച്ചു. പവിത്രമാക്കപ്പെട്ട ഈ കോഴിക്കോടിന്റെ സാമൂതിരി പാരമ്പര്യത്തിലെ ആ കണ്ണി അതിബുദ്ധിമാനും ശാസ്ത്ര കുതുകിയും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യം പിന്നിട്ട് കൗമാരവും കഴിഞ്ഞ് ആ 16-ാമത്തെ വയസ്സാകുമ്പോൾ ഈ ദേശബോധത്തെ, ഈ ദേശത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, സാമൂഹികമായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും
അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നേരത്തെ നമ്മുടെ ആനന്ദ മാഷ് പറഞ്ഞ പോലെ സംഘ ശാഖയിലേക്ക്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും അവിടുന്ന് ഇങ്ങോട്ട് തന്റെ ജന്മോദ്ദേശം പൂർത്തീകരിക്കാൻ 62 വർഷക്കാലം ഈ സമാജത്തിലൂടെ, ഈ സമൂഹത്തിലൂടെ സഞ്ചരിച്ച് അത് പരിപൂർണമാക്കി അദ്ദേഹത്തിന്റെ ധർമ്മം പാലിച്ച് 1988 സെപ്റ്റംബർ മാസം 12-ാം തീയതി ശരീരം ആലുവ പെരിയാറിന്റെ തീരത്ത് തന്ത്രവിദ്യാപീഠത്തിന്റെ ആ മണ്ണില് അഗ്നി സമക്ഷം സമർപ്പിക്കപ്പെടുമ്പോൾ അതൊരു അവസാനിക്കലല്ല, അതൊരു തുടർ അഗ്നിയുടെ ജ്വാല. ആ അഗ്നിയുടെ ജ്വാലയാണ് ഇന്ന് നാം കാണുന്ന സമൂഹത്തിലെ ഹൈന്ദവ നവോത്ഥാനത്തിന്റെ ശക്തമായിട്ടുള്ള സ്ഫുലിംഗങ്ങൾ. എവിടെ തുടങ്ങി എന്തിനെ പറ്റി പറയണം എന്നുള്ളതല്ല, എന്റെ ഗുരുനാഥനെ പറ്റി പറയുക അത് പറയാൻ അസാധ്യമാണ്. കാരണം അനുഭവിച്ചു മാത്രം അറിയേണ്ട, അനുഭവവേദ്യമാക്കേണ്ട ഒരു ശക്തിവിശേഷമാണ് ഗുരുനാഥൻ. എവിടെയാണ് ഗുരുനാഥൻ നമ്മളെ ബന്ധപ്പെടുക, നമ്മൾ എവിടെ വെച്ചാണ്, എന്താണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുക എന്ന് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ കടപ്പെട്ട് എണ്ണപ്പെട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതത്തില് അദ്ദേഹം ഇടപെട്ടിട്ടുള്ള മേഖലകളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നടന്ന് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു ജന്മത്തിലൂടെ എറണാകുളം ജില്ലയുടെ ഒരു മൂലയില് കുന്നത്തുനാട് പഞ്ചായത്തിന്റെ ഒരു മലമുക്കില് ജനിച്ച് അവിടുത്തെ 6ാമത്തെ പെൺകുഞ്ഞായി ജീവിച്ചിരുന്ന എൻ്റെ ആധ്യാത്മികമായ അന്വേഷണവും താല്പര്യവും ഇങ്ങനെയുള്ളൊരു ഗുരുപാദത്തിലേക്ക് എത്തിച്ചേരുകയും പെൺകുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് ഈ ഭാരതീയ സംസ്കൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തു തീർക്കാനുള്ള കർത്തവ്യം, അതിന്റെ ചുമതല നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ആരും പ്രതിപാദിച്ച ഒരു വിഷയമല്ല ഞാനിവിടെ നിങ്ങളോട് സംവദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരും പ്രത്യേകം എടുത്ത് കോട്ട് ചെയ്തിട്ടില്ലാത്ത, അദ്ദേഹം ഈ സമൂഹത്തെ സമഗ്രമായി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ച ഉപാധി സ്ത്രീ ശാക്തീകരണമായിരുന്നു എന്ന് പറയാനും കൂടിയാണ് ഈ സമയത്ത് ഞാൻ വാക്കുകൾ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത്. കാരണം ഭാരതീയ പാരമ്പര്യം, വേദ ഇതിഹാസങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ സ്ത്രീയുടെ തപസ്സും അമ്മമാരുടെ ശക്തിയുമാണ് ഈ ദേശത്തിന്റെ എല്ലാ കാലത്തുമുള്ള വളർച്ചയ്ക്കും പ്രഭാവത്തിനും ഭാരതമായി ശോഭിക്കാൻ കഴിഞ്ഞതും അങ്ങനെ ആയിരുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം സ്ത്രീ ശക്തിയെ, മാതൃശക്തിയെ, പെൺകുട്ടികളുടെ ശാക്തീകരണത്തെ മുൻനിർത്തി ക്ഷേത്രങ്ങളുടെ നവോത്ഥാനം മുന്നോട്ട് വെച്ച് ഓരോ ഗ്രാമങ്ങളുടെയും നവോത്ഥാനം അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ സാമൂഹിക ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ ആ ഭക്തിയുടെ മാർഗത്തിലൂടെ തന്നെ കർമ്മനിരതമായിട്ടുള്ള സുരക്ഷിതമായ ഹിന്ദു സാമൂഹ്യ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ പ്രാധാന്യം സ്ത്രീക്ക്, അമ്മമാർക്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയില് മാതൃസമിതിക്ക് അമ്മമാർക്ക് ശക്തമായ സ്ഥാനം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തില് ലളിതാ സഹസ്രനാമത്തിന്റെ ജപവും അതിന്റെ ഉപാസനയും ആ രീതിയിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഓരോ പഠന ശിബിരങ്ങളിലും അദ്ദേഹം ശക്തമായിട്ട് പെൺകുട്ടികളെ, അത് സ്ത്രീകളെ, അമ്മമാരെ ശാക്തീകരിക്കാൻ ഏറ്റവും നല്ല ഉപാധി ലളിതാ സഹസ്രനാമം ശ്രീവിദ്യ ഉപാസനയാണെന്നും ശ്രീ മഹാദേവന്റെ തിരുനാവിൽ വിളയാടുന്ന മഹാമന്ത്രം ഏത് എന്ന് ഒരിക്കൽ എന്നോട് ചോദിച്ചു. നീ എപ്പോഴും കുട്ടി നീ പറയുമല്ലോ സ്ത്രീ അങ്ങനെ അടിമത്തത്തിലാണെന്ന്. എന്നാൽ കേട്ടോളൂ, മഹാദേവന്റെ നാവിൽ വിളങ്ങുന്നത് പഞ്ചദശിയാണ്. അതിന്റെ തെളിവെന്താണ്? ശ്രീവിദ്യ യസ്യ ജിഹ്വാഗ്രേ സ സാക്ഷാൽ പരമേശ്വര എന്ന് അദ്ദേഹം പറഞ്ഞു. അവനാണ് പരമേശ്വരൻ, അദ്ദേഹമാണ് പരമശിവനായി പരിണമിക്കുക. ആരുടെ നാവിലാണോ ശ്രീവിദ്യ വിളയാടുന്നത്, ആ മഹത്തായ ആ മന്ത്ര ചൈതന്യമുള്ളത് ആ പുരുഷൻ, അതാണ് ശ്രീ ശിവൻ. അങ്ങനെ ഒരു
പുരുഷ ശക്തിയെ അല്ലെങ്കിൽ ഒരു ശിവശക്തി, ശിവനെ ശക്തിമത്താക്കി മാറ്റുന്ന ചൈതന്യം. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്രഭാഷണങ്ങളില് ആ സൗന്ദര്യ ലഹരിക്കും ബാലാവിംശതിക്കും ഒക്കെ അർത്ഥതലങ്ങൾ കണ്ടെത്തി അദ്ദേഹത്തിന്റെ പാഠങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ അനേകം അമ്മമാര്, അനേകം സഹോദരിമാർ, പെൺകുഞ്ഞുങ്ങള് നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അവര് ആരും രംഗത്ത് വന്ന് അത് പ്രസംഗിക്കുന്നില്ലെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ഗ്രഹത്തിലും ക്ഷേത്രത്തിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളില് ശക്തമായിട്ടുള്ള ഒരു ഇടപെടല് അവർ നടത്തുന്നുണ്ട്. ആദ്യമായിട്ട് വെള്ളിനേഴി ക്ഷേത്രത്തില്, പാലക്കാട് ജില്ലയില് ഒരു പരിപാടി അമ്മമാരൊരു ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു. എന്താണ്? സാമൂഹ്യമായിട്ട് എല്ലാവരും കൂടി ഒരു ലളിതാ സഹസ്രനാമം ജപിക്കാൻ ഒരു 80, 81, 82 കാലഘട്ടത്തിൽ തീരുമാനിച്ച് അവിടെ അത് ജപിച്ചുകൊണ്ടിരുന്നപ്പോഴ് അവിടുത്തെ ശാന്തിക്കാരൻ കോപിച്ചിറങ്ങിപ്പോയി. ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ ഞാൻ വരില്ല, സ്ത്രീകൾ ഇങ്ങനെ പ്രണവം ജപിച്ചുകൊണ്ട്, സ്ത്രീകൾ ഇങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് തെറ്റാണ്, ലളിതാ സഹസ്രനാമം സ്ത്രീകൾ ഇങ്ങനെ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് കോപിച്ചിറങ്ങിപ്പോയപ്പോഴ് വളരെ സങ്കടത്തോടു കൂടിയിട്ട് അമ്മമാര് അതിന്റെ ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തകരെ മാധുജിയെ കണ്ടു. അദ്ദേഹം ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനെ ശാസിക്കാതെ തന്നെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ മന്ത്രശാസ്ത്രത്തിന്റെയും തന്ത്രശാസ്ത്രത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെയും പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഇന്ന് നാം എത്ര സ്വതന്ത്രമായിട്ടാണ് ശ്രേഷ്ഠാചാര സഭയുടെയും മറ്റിതര ആചാര്യന്മാരുടെയും കീഴില് ശ്രീവിദ്യാ ഉപാസനയിലേക്ക് പെൺകുട്ടികൾ, സ്ത്രീകൾ ഇറങ്ങി വന്നിരിക്കുന്നത്. അഭിമാനിക്കാം നമുക്ക് അമ്മമാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ഉപാസകമാരായിട്ടുള്ളവരെ. കാരണം ഭയന്നുകൊണ്ടാണ് പണ്ട് നാമം ജപിച്ചിരുന്നത്. സ്ത്രീകൾക്ക് നാമം ചൊല്ലാൻ പാടില്ല, സ്ത്രീകൾക്ക് മാസത്തിൽ 4 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വരെ അവർക്ക് അസ്പർശ്യത കൽപ്പിച്ചുകൊണ്ട് നാമജപത്തിൽ നിന്ന് സമഷ്ടിയായിട്ടുള്ള മാനസികമായിട്ടുള്ള ശക്തി പകരുന്ന, ഏകാഗ്രത നേടുന്ന ആ ധ്യാന ജപങ്ങളിൽ നിന്ന് അവരെ വിട്ടുനിർത്തിക്കൊണ്ട് പിന്നോക്കം വലിക്കുന്ന സമ്പ്രദായത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് അദ്ദേഹം അന്നേ നമ്മൾ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സമ്പ്രദായത്തില് അദ്ദേഹം തന്നെ ആ പരമ്പരയില് പൂർണ്ണ കലശം ആടിക്കൊണ്ട് 1984 ഫെബ്രുവരി 1 ദീക്ഷ തന്ന് ആ നാമകരണം ചെയ്ത് പുതുജീവൻ നൽകിയ എനിക്കിന്ന് നിങ്ങളെ കാണാൻ മഹാഭാഗ്യമുണ്ടായത്. ആ ഗുരുനാഥനെ എപ്രകാരമാണ് ഈ കേരളം അല്ലെങ്കിൽ ഭാരതം, ഇന്ന് അഹല്യ ഹോൾക്കറുടെ ജന്മദിനം കൂടിയാണ്. അറിയുമോ? മാൾവയിലെ തച്ചുടയ്ക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ, ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള സോമനാഥം പോലുള്ള ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തില് ആ അമ്മ വഹിച്ച പങ്ക് ഇന്ന് സ്മരിക്കേണ്ട ദിവസമാണ്. അതേ ദിനത്തിലാണ് മാധവജിയുടെ യശശരീരനായിട്ടുള്ള ഗുരുനാഥന്റെ ജന്മദിനവും കൂടി വന്നിരിക്കുന്നത്. ആ ഗുരുനാഥൻ പറയുകയാണ്, എവിടെയാണോ എത്ര നാര്യസ്തു പൂജ്യന്തേ തത്ര രമന്തേ സർവദേവത എന്ന് പാടിയാൽ പോരാ, മറിച്ച് ഒരു ഗ്രഹത്തിലേക്ക് കയറി വരുമ്പോൾ ആ വീടിന്റെ മുഖമുദ്രയായിട്ട് ദേവതാ ചൈതന്യത്തെ അനുഭവിക്കാൻ ആ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് കഴിഞ്ഞാൽ എന്താണ് ഹിന്ദു, എന്താണ് ഹൈന്ദവ സംസ്കാരമെന്ന് അനുഭവവേദ്യമാക്കാൻ കഴിയണം. അവിടത്തെ ഒരു ദീപനാളം, അവിടത്തെ ഒരച്ചടക്കം, ഒരു വൃത്തി, ആ അന്തരീക്ഷം കണ്ടുകൊണ്ട് എന്താണ് അമ്മ, എന്താണ് കുടുംബം, എന്താണ് അച്ചടക്കം എന്ന് പഠിക്കാം. അതിനെ തയ്യാറാക്കേണ്ടതാണ്. എപ്പോഴും ഇങ്ങനെ ജപിച്ച് ഇങ്ങനെ ശരിക്കും തപസ് ചെയ്തുകൊണ്ടിരിക്കലല്ല കുട്ടിയെ പഠിപ്പിക്കുന്നത്, മറിച്ച് സാധനയ്ക്ക് ഒരു സമയം വെച്ച് ബാക്കി സമയം മുഴുവനും ആ ധർമ്മ ആചരണത്തിൽ കൃത്യതയോട് കൂടിയിട്ട് തൻ്റെ കുടുംബത്തെ നയിക്കാനുള്ള ശക്തി, ചൈതന്യം ആർജിക്കാൻ ഓരോ സ്ത്രീയും സാധന ചെയ്യണമെന്ന് ഉച്ചൈസ്ഥലം പ്രഖ്യാപിച്ചു പോയ ആചാര്യൻ, അദ്ദേഹം സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ലിംഗഭേദമന്യേ ഈ ആചരണങ്ങൾക്ക് സ്ത്രീകൾക്ക് പങ്കു നൽകി. എന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, എനിക്ക് ഉപനയനാദി സംസ്കാരം ചെയ്തിട്ടാണ് ഷോഡശക്രിയയിലെ എല്ലാ സംസ്കാര ക്രിയകളിലും ചെയ്ത് അതിനുശേഷമാണ് 85 വേളി സംസ്കാരം ചെയ്ത് ശ്രീ MT വിശ്വനാഥ്ജിക്ക് കന്യാദാനം ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മകനും ആ മകന്റെ ജന്മവും. അദ്ദേഹം പറഞ്ഞു, ഏതൊരു അമ്മയാണോ ഏതൊരു സ്ത്രീയാണോ ഷോഡശ സംസ്കാരത്തിലെ ഗർഭാധാന ക്രിയ, വിവാഹ സംസ്കാരത്തിന് ശേഷം വരുന്ന ആ സമയത്ത് ശുദ്ധമനസ്കരായിട്ട് വ്രതമെടുത്ത് നിങ്ങൾ ഇരിക്കണം. കൃത്യമായിട്ടുള്ള ഒരു ബോധനം, കൃത്യമായ ഒരു ക്ലാസ് തന്നുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയിരുന്ന എല്ലാ വിവാഹങ്ങളും. അദ്ദേഹം ക്ലാസ് എടുത്തിട്ടാണ് നടത്തിയിരുന്നത്. ഇതുപോലെ ഞങ്ങളുടെ വിവാഹത്തിന്റെയും ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കുറെ ഫോട്ടോകൾ ആരുടെയൊക്കെയോ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും. പക്ഷെ അദ്ദേഹം അവിടെ ക്ലാസ് എടുക്കുന്നത്
ശാസ്താപുരി ഓഡിറ്റോറിയത്തില് ആദ്യമായിട്ടാണ് ഷോഡശ സംസ്കാര ക്രിയകളില് തന്ത്രവിദ്യാപീഠത്തിലുള്ള സഹോദരന്മാര് വന്ന് ആ ക്രിയകൾ നടത്തി. പിന്നീട് സേകം ഗർഭാധാനം, അത് കഴിഞ്ഞിട്ടുള്ള സീമന്തം, പുംസവനം, അല്ലെ പുംസവനം, അത് കഴിഞ്ഞിട്ട് നാരായണ പൂജ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനാദി ചടങ്ങുകളിൽ വന്നത്. ഈ സമയത്തൊക്കെ പ്രഥമേ ആദ്യത്തെ ദിവസം, ആദ്യത്തെ മാസം എങ്ങനെ ജപം തുടങ്ങണം, പരയിൽ നിൽക്കുന്ന ജീവനെ, ബീജത്തെ ഈ ശരീരത്തിലേക്ക് ആവാഹിച്ചു തരുമ്പോൾ ആ പ്രഥമം ഏകാക്ഷരി മന്ത്രം, 2ാം മാസം ജക്ഷരി, ത്രക്ഷരി, ചതുരക്ഷരി, പഞ്ചാക്ഷരി, ഷഡക്ഷരി, സപ്താക്ഷരി, അഷ്ടാക്ഷരി, നവാക്ഷരി കഴിഞ്ഞിട്ട് പുരുഷ സൂക്തവും പൂർണ്ണമായിട്ട് ഷോഡശിയും ജപിച്ചുകൊണ്ട് അങ്ങനെ ജന്മം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവവേദ്യമാണ്. ഈ അനുഭവം ഉള്ളിൽ ഷോഡശ സംസ്കാരം ചെയ്തു നോക്കിയാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് മാത്രമാണ്. കാരണം ഏട്ടിലെ പശു പുല്ല് തിന്നില്ല, ശർക്കര എന്ന് പറഞ്ഞാൽ മധുരിക്കില്ല. ഗുരുനാഥൻ പറയുന്നു, അനുഷ്ഠാനമാണ്, ആചരണമാണ്, പ്രസംഗമല്ല വേണ്ടത്. തന്റെ ജീവിതം എന്താണോ ഗുരുനാഥൻ പറഞ്ഞത് അത് ആചരിച്ചു കാണിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ നിഷ്ഠ. അദ്ദേഹം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ മാതൃസമിതിയും മതപാഠശാലയും പ്രത്യേകിച്ചും സ്ത്രീകളെ ഏൽപ്പിച്ച കാര്യങ്ങളായിരുന്നു. എന്താണ്? അമ്മമാര് പഠിപ്പിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ശ്രീമദ് ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ നടത്തുക, ക്ഷേത്ര സങ്കല്പം അവരെ കുഞ്ഞുനാളിലെ പറഞ്ഞു കൊടുക്കുക. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്നും അന്ധവിശ്വാസമല്ല, കല്ലിനല്ല പാലഭിഷേകം നൽകുന്നതെന്നും, മറിച്ച് അവിടെ വർത്തിക്കുന്ന അവനവന് തന്നെ അവനവന് വേണ്ടിയിട്ടാണ് അത് സമർപ്പിക്കുന്നതെന്നുള്ള ആ വഴിപാടുകൾ എന്താണെന്നൊക്കെ കുഞ്ഞുനാളിലെ പഠിപ്പിക്കണം. അങ്ങനെ ക്ഷേത്ര സങ്കല്പം ശരീരവുമായി ബന്ധപ്പെട്ട രീതിയിൽ കഥാരൂപേണ പറഞ്ഞു കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തേണ്ട രീതി മതപാഠശാലകളില് അദ്ദേഹം അന്ന് രൂപീകരിച്ചു. എറണാകുളം ജില്ലയിൽ 66 സ്ഥലത്ത് മതപാഠശാലകൾ ഉണ്ടായിരുന്നു, നടത്തിയിരുന്നു. ഇവിടെയും ഒരുപാട് ഇവിടെ അടുത്ത ക്ഷേത്രത്തില് മതപാഠശാല, ശക്തമായ സ്ത്രീ മാതൃശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രതിഷ്ഠ നടത്താൻ പരിപൂർണമായിട്ടുള്ള അവരുടെ സഹകരണമാണ് വിജയത്തിൽ എത്തിച്ചത്. ഓരോ ക്ഷേത്രങ്ങളിലും സപ്താഹം നടത്തണമെങ്കിൽ ഏതൊരു പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്കറിയാം, ഒരു വീടിന്റെ കൃത്യമായിട്ട് അവിടെ ഒരു നല്ല ഒരു കരുത്തുള്ള സ്ത്രീത്വം, ഒരു അമ്മയുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യവത്തായി തീർന്നു. അവിടെ ചൈതന്യം ഉണ്ടാവും, അവിടെ സമ്പത്ത് ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. അവിടെ ഒരു തരത്തിൽ ഒരു ലഹരിക്കും കയറി കയ്യേറാൻ കഴിയുകയില്ല. അവിടെ അച്ചടക്കം ഉണ്ടാവും. ഇത് അനുഭവമാണ്. ഇതാണ് ഗുരുനാഥൻ മുന്നോട്ട് വെച്ച അത്യന്താധുനിക കാലത്തേക്ക് 2025 ഈ മെയ് മാസത്തിലെ 31-ാം തീയതിയില് ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം അദ്ദേഹം നേരത്തെ രേഖപ്പെടുത്തി കടന്നുപോയിട്ടുണ്ട്. എനിക്ക് എഴുതിയിട്ടുള്ള കത്തുകളില് അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പിന്നോട്ട് പോകാതെ സർക്കാരിന്റെ സ്ത്രീകളും കുട്ടികളും എന്നുള്ള വിഷയത്തിൽ ആ വിഭാഗത്തിന്റെ ജില്ലയുടെ തലവനായിക്കൊണ്ട് പ്രവർത്തിച്ച് അവർക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവർക്ക് വേണ്ടി ജീവിക്കാൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരി എന്ന നിലയിലും കൂടി ജില്ലാതലത്തിൽ വരെ ഉയരാൻ എൻ്റെ ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. അതേ ഡിപ്പാർട്ട്മെന്റ് അതേ ജോലി ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അബദ്ധ സഞ്ചാരങ്ങളെ അവർ നിയന്ത്രിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് വരും തലമുറയെ കരുത്തുറ്റതാക്കാനാണ് ഗുരുനാഥൻ ഈ നിർദ്ദേശം തന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1926 ജനിക്കുമ്പോൾ അന്നത്തെ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല. സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴുവാൻ പോയത് കൊണ്ട് എന്റെ കാരണവര് എന്നെ വഴക്ക് പറഞ്ഞു, ക്ഷേത്രത്തിലേക്ക് സന്ധ്യയ്ക്ക് പോകാൻ പാടില്ല. ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പതാ 7 മണിക്കാണ് ഇപ്പൊ പോകുന്നു, ക്ഷേത്രത്തിൽ നിന്ന് സ്ത്രീകൾ തൊഴുതു പോകുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങള്. അന്നൊക്കെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചാലറിയാം, പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് അല്ലേ, ക്ഷേത്രത്തിൽ തൊഴുവാൻ എന്തിനും ഒരു അസ്പർശ്യത കൽപ്പിച്ചിരുന്ന കാലഘട്ടം. ഇന്ന് എല്ലാ കാര്യങ്ങളിലും അത് പൂ നന്നാക്കാനെയും ദ്രവ്യങ്ങൾ നന്നാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ് ക്ഷേത്രത്തില് ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മമാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഗുരുനാഥന്റെ വലിയൊരു കാഴ്ചപ്പാട്. ഇവിടെ ശ്രീവിദ്യ ക്ലാസ്സുകളില്, കുലദേവത ക്ലാസ്സുകളില് ഒരുപാട് അമ്മമാര്, ഒരുപാട് സ്ത്രീകൾ, പെൺകുഞ്ഞുങ്ങള് മുന്നോട്ട് വന്ന് ആചരണം കൊണ്ടുപോകുന്നുണ്ട്. അത്തരം സ്ത്രീകൾക്ക് ആചരണം കിട്ടുന്ന പദ്ധതി കൂടിയാണ് ശ്രീവിദ്യ ഒരു സഹോദര പുരുഷൻ മാത്രം ചെയ്യേണ്ടതല്ല, ചേർന്ന് നിന്നുകൊണ്ട് ശിവശക്തി ഐക്യരൂപിണിയായിട്ടാണ് ലളിതാംബികയെ സ്മരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്രേഷ്ഠാചാര സഭയും ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തില് സ്ത്രീ ശക്തിയോടുകൂടി ശിവശക്തി ഐക്യമായിട്ട് നിന്ന് സാധന ചെയ്യാൻ കുടുംബത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ തരുണത്തില്
യശശരീരനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരം മാത്രമേ അവിടെ അഗ്നിക്ക് കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഇവിടെ ഇത് കേട്ടുകൊണ്ട് ഇവിടെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ആ കൈകൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് തൊഴുത് കൈകൾ കൂപ്പി ആ ഗുരുവിന് ഓടി പ്രണാമങ്ങൾ അർപ്പിക്കാം. നമുക്ക് ഗുരുവേ സർവലോകാനം ക്ഷജേ പവരോഗിണം ഹൃദയേ സർവവിദ്യാനം ദക്ഷിണാമൂർത്തയേ നമഃ. സ്വസ്തി ശിവാ ശ്രീ ഗുരുഭ്യോ. ദീപേഷ്. പ്രിയപ്പെട്ട ഗുരുനാഥനും വാസന്തി ചേച്ചിക്കും നമസ്കാരം. ഈ ഒരു സുദിനത്തിൽ 99 വർഷം പിന്നിട്ട് 100ാമത്തെ വർഷം, അതായത് ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് മാധവ്ജിയെ നാം അനുസ്മരിക്കുന്നത്. മാധവ്ജിയോടൊപ്പം ജീവിച്ച, മാധവ്ജി കൈപിടിച്ച് വളർത്തിയ ഒട്ടേറെ പേർ, സജ്ജനങ്ങൾ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. അവരെ ഏവരെയും നമസ്കരിക്കുന്നു. അവർക്ക് പറയാനുള്ള അത്ര പോൽ എന്നെ പോലുള്ള ഒരു പുതിയൊരാൾക്ക് പറയാനില്ല. എങ്കിലും ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം കുറച്ച് മാധവ്ജിയുടെ ദാർശനിക പ്രഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ സൂചിപ്പിച്ചു, 1926 മെയ് 31 അദ്ദേഹം ജനിച്ചു. അന്നത്തെ കേരളത്തിന്റെ അവസ്ഥ 1921 മാപ്പിള കലാപത്തോടുകൂടി മലബാർ ഏറെ കലുഷിതമായിരുന്നു. 1924 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു കാലമാണ്. ബ്രിട്ടീഷ് രാജ് വളരെ ശക്തമാണ്. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭമാണ്. എന്നാൽ ബ്രിട്ടീഷ് കേന്ദ്രിത വിദ്യാഭ്യാസ പ്രവർത്തനം വളരെ ശക്തമായി നടക്കുകയും ആ സമയത്ത് പാരമ്പര്യ വിദ്യാഭ്യാസം, പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ രണ്ടാന്തരമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മാധവ്ജി പരമ്പരാഗതമായ പദ്ധതി, സംസ്കൃതം മുതലുള്ള എല്ലാ ഭാഷകൾ പഠിക്കുക തുടങ്ങിയിട്ടുള്ള പാരമ്പര്യ പഠനവും അതോടൊപ്പം നമ്മൾ ആധുനികം എന്ന് പറയുന്ന വിദ്യാഭ്യാസവും അദ്ദേഹം നേടുന്നത്. അദ്ദേഹം ഫിസിക്സിലായിരുന്നു ബിരുദാനന്തര ബിരുദം BSc ഓണേഴ്സ് നേടിയത്. ഈ തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം 1942 കോഴിക്കോട് എത്തിയ ദത്തോപന്ത് ടെങ്കിഡ്ജിയുടെ സ്വാധീനത്തിൽ സംഘശാഖയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തെ മാധവ്ജി തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലം, അത് 1946 അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനാവുന്നു. അതിനുശേഷം 1947 ഇന്ത്യ സ്വതന്ത്രമായി. എങ്കിലും കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് മദ്രാസ് പ്രൊവിൻസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രചാരകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1948 ഗാന്ധി വധം ഉണ്ടാവുന്നതും അക്കാലത്ത് സംഘം നിരോധിക്കപ്പെടുന്നതും. അന്നും ഇന്നും പേരുദോഷം അല്ലെങ്കിൽ പെരുന്നുണകളുടെ ഒരു ഭണ്ഡാരം RSSന് മേൽ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുതലുള്ള പക്ഷങ്ങളെല്ലാം നമ്മളെ ഭർസിക്കുന്നത്. ഗാന്ധി വധത്തിന്റെ പാപം നമ്മുടെ തലയിലേക്ക് കയറ്റാൻ ശ്രമിച്ചത്. ആ ഒരു സമയത്ത് വസ്തുത, ഗാന്ധിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്നും അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടുള്ള വ്യത്യാസം ഒഴിച്ചാൽ അദ്ദേഹം ആദരണീയനായിരുന്നു എന്നും അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണെന്നുമുള്ള ഒരു ദർശനം ഏറ്റവും കൂടുതൽ കേരളത്തിൽ സംഘത്തിന്റെ നാവായി, ജിഹ്വയായി
നമ്മോട് പറഞ്ഞു തന്നത് മാധവജിയാണ്. മാധവജി ആ ഒരു നിരോധന കാലഘട്ടത്തെ അഭിമുഖീകരിച്ചിട്ടുള്ള, തന്റെ യൗവനത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെ അത് പറയുമ്പോൾ അത് നമുക്ക് വായിച്ചെടുക്കാം. 1948 മുതൽ അങ്ങോട്ട് വീണ്ടും സംഘത്തിന്റെ പ്രചാരകനായിട്ടൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. പാരമ്പര്യ വിദ്യാഭ്യാസമുണ്ട്. ഔഷധങ്ങളെ കുറിച്ച് അറിയാം. അദ്ദേഹത്തിന് അറിയാം ശില്പകലയെ, വാസ്തുകലയെ പറ്റി, വാസ്തുവിദ്യയെ പറ്റി അറിയാം. അങ്ങനെയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കേരളത്തിന്റെ അവസ്ഥ 1947 ശേഷം, അല്ലെങ്കിൽ 1957, 60കളിലും 70കളിലും ഒക്കെ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചു, നിരന്തരമായിട്ടുള്ള അടിച്ചമർത്തലുകളുടെ ഭാഗമായിട്ട് തളർന്ന അവശരായിരുന്നു കേരളത്തിലെ, വിശേഷിച്ച് മലബാറിലെ ജനത. അതേ സമയത്ത് അവരെ സഹായിക്കാൻ എത്തപ്പെട്ടവർ മതപരിവർത്തനത്തിലൂടെ അവരെ മാറ്റി തീർക്കാൻ ശ്രമിച്ചു. അതിനപ്പുറം തങ്ങൾ വിശ്വസിച്ചിരുന്ന വിശ്വാസക്രമങ്ങൾ, അത് പരമ്പരാഗതമായ ദൈവവിശ്വാസം അടക്കമുള്ള എല്ലാ വിശ്വാസങ്ങളും തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ വലിയ വേലിയേറ്റവും ഉണ്ട്. അതേ സമയത്ത് തന്നെ 1920കൾ മുതൽ അങ്ങോട്ട് കേരളത്തിൽ ഏറ്റവും വലിയ ജാതി സമൂഹം, അല്ലെങ്കിൽ അന്നത്തെ നായർ കമ്മ്യൂണിറ്റിയിൽ മരുമക്കത്തായ സിസ്റ്റം മാറി മക്കത്തായ സമ്പ്രദായത്തിലേക്ക് മാറുകയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്നൊന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് 1950കൾ 60കളും ഒക്കെ. അതേ സമയത്ത് ഭൂപരിഷ്കരണ നിയമവും വന്നു. ഇങ്ങനെ ഏറ്റവും കലുഷിതമായി ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു നയം, പക്ഷെ അതിന്റെ പ്രാവർത്തികമാക്കിയ തരത്തിലുള്ള അപാകതകൾ മൂലം ഉള്ളവന് കയ്യിൽ നിന്ന് പോവുകയും ഇല്ലാത്തവന് ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്ത ഒരു അന്തരീക്ഷം ഉണ്ടായി. ഉള്ളവന് കയ്യിൽ നിന്ന് പോയി ഇല്ലാത്തവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരിഷ്കരണം ഉണ്ടായത്. പക്ഷെ ഇല്ലാത്തവൻ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മുഴുവൻ സ്വത്വ സംഘർഷം, മനുഷ്യന് മുഴുവൻ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശയ സംഘർഷം ഉണ്ടായത്, സ്വത്വ സംഘർഷം ഉണ്ടായത്, ജീവൽ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു കാലത്താണ് മാധവജി സംഘപ്രചാരകനായിട്ട്, ഒരു തപസ്വിയായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എങ്ങനെ തരത്തിലുള്ള നാഴികക്കല്ലുകളാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ബോധ്യമാവുക. നേരത്തെ സൂചിപ്പിച്ചു, ആക്രമണങ്ങളാൽ തകർക്കപ്പെട്ടത്, ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി നോക്കാൻ ആളില്ലാതെ തകർക്കപ്പെട്ടത്, ഇങ്ങനെ ഏത് തരത്തിലും തകർക്കപ്പെട്ടതോ അടയ്ക്കപ്പെട്ടതോ ആയിട്ടുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ്. അക്കാലത്തെ പറയുകയാണെങ്കിൽ MT വാസുദേവൻ നായരുടെ നിർമാല്യം പോലുള്ള സിനിമകളിലെ ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുക. അത്രമേൽ ആശയപരമായി ദാരിദ്ര്യം അല്ലെങ്കിൽ സ്വത്വ സംഘർഷം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ നിന്നാണ് എന്ത് ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് നമ്മുടെ സ്വത്വത്തെ പുനരാവിഷ്കരിക്കുക എന്നിട്ടുള്ള ആലോചനകൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രചാരകനായിരിക്കുന്ന സമയത്ത് 1950കളിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചാരകനായിരിക്കുന്ന കാലത്താണ് അവിടെ ഹിന്ദു മഹാമണ്ഡലം രൂപപ്പെടുകയും അദ്ദേഹം യുവാവായിരിക്കെ അതിന്റെ പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാൻ പുറപ്പെടുകയും ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഹിന്ദു മഹാമണ്ഡലത്തിലൂടെ ഹിന്ദു സശക്തീകരണത്തിന്റെ ഒരു വലിയ പാഠം പഠിച്ചെങ്കിലും അതെങ്ങനെയാണ് ആ മഹാമണ്ഡലം സഖ്യം തകർക്കപ്പെട്ടത് എന്നും അദ്ദേഹം പഠിച്ചു വെച്ചു. കാരണം ഐക്യമുണ്ടാവുന്നു, തകർച്ചയുണ്ടാവുന്നു. ഇങ്ങനെ ഐക്യവും തകർച്ചയും അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പരസ്പരം സഹായിച്ചുകൊണ്ട് സാമൂഹിക ഐക്യവും സമ്പൽ സമൃദ്ധിയും രൂപപ്പെടുക? അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വലിയൊരു സമസ്യ ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം 1957 60കളില്
ആദ്യത്തിൽ അദ്ദേഹത്തിന്റെ പരിവ്രാജകനായി നടക്കുന്നു എന്ന് തന്നെ പറയണം, പ്രചാരകനായി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൂർണ്ണദീക്ഷിതനാവുന്ന ഒരു വലിയ സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെയൊക്കെ വായിച്ചല്ല, പറഞ്ഞല്ല, അത് വായിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ട വല്ലാത്തൊരു അന്തരീക്ഷമാണ്. അത്തരത്തിലൊരു സന്ദർഭത്തിൽ, അതേ സന്ദർഭത്തിലാണ് അദ്ദേഹം തന്റെ പഠനത്തിലൂടെ രാഷ്ട്രം എന്ന് പറയുന്നത് കേവലം ഒരു തുണ്ട് ഭൂമിയല്ലെന്നും അത് കുണ്ടലിനി ഉത്ഥാപനം മുതൽ, ശക്തി മുതൽ അങ്ങ് സഹസ്രാരം വരെ നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്ര ശരീരത്തെ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രീവിദ്യ ഉപാസനയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് അനുസരിച്ച് ആദ്യം കുണ്ടലിനി ഉത്ഥാപനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, തകർന്നടിഞ്ഞ ഒരു സംവിധാനത്തെ, ഭാരതത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് കിടക്കുന്ന, തെക്കേ അറ്റത്ത് കിടക്കുന്ന കന്യാകുമാരിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് ദേശീയ തലത്തിൽ തീരുമാനമുണ്ടായി. ദേശീയ തലത്തിൽ തീരുമാനമുണ്ടാവുന്നത് പരംപൂജനീയ ഗുരുജിയുടെയും ഏകനാഥ് റാനഡെജിയുടെയും തീരുമാനപ്രകാരമാണ്. ഏകനാഥ് റാനഡെജി സംഘത്തിന്റെ സർക്കാര്യവാഹായിരുന്നു. അദ്ദേഹം ആ ചുമതല വിട്ട് കന്യാകുമാരി പുനരുദ്ധാരണത്തിന് വേണ്ടി ശ്രമിച്ചു, വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കേരളത്തിൽ നിന്ന്, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ടത് കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്തത് മാധവജിയായിരുന്നു. മാധവജിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, മാധവജി കന്യാകുമാരി വിവേകാനന്ദ പാറ കന്യാകുമാരി ക്ഷേത്രം വീണ്ടെടുക്കുന്നതോടെ, അല്ലെങ്കിൽ അതൊരു തിരിച്ചു പിടിക്കുന്നതിലൂടെ, അതിൽ പുതിയ ഒരു കെട്ടിടം അല്ലെങ്കിൽ വലിയ ഒരു ക്ഷേത്രം പണിയുന്നതിലൂടെ കേവലം ഒരു വീണ്ടെടുക്കലല്ല, മറിച്ച് തന്ത്രശാസ്ത്ര പ്രകാരമുള്ള കുണ്ടലിനി ഉത്ഥാപനത്തിലുള്ള എല്ലാ സാധ്യതകളെയും അദ്ദേഹം ഒരുക്കി തീർക്കുകയായിരുന്നു. എനിക്ക് താന്ത്രികമായിട്ടുള്ള ഭാഷ എനിക്ക് തീർത്തും അറിയില്ല. അങ്ങനെയാണ് അദ്ദേഹം കന്യാകുമാരിയെ കണ്ടത്. കന്യാകുമാരിയെ കണ്ടതും കന്യാകുമാരിയിൽ പ്രവർത്തിച്ചതും, കന്യാകുമാരിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തകരെ സന്നദ്ധരാക്കിയതും അദ്ദേഹം കന്യാകുമാരിയിലൂടെ മുഴുവൻ ഭാരതത്തിന്റെയും സ്വത്വത്തെ വീണ്ടെടുക്കുക, പുനരാവിഷ്കരിക്കുക എന്നുള്ള തത്വമാണ്. കേവലം കേരളം മാത്രമല്ല, മറിച്ച് മൊത്തം ഭാരതത്തിന് അത് ഉജ്ജ്വലമായ ഒരു അവസ്ഥയെ നൽകുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1960കളിൽ അദ്ദേഹം പ്രവർത്തിച്ച്, അതേ സമയത്ത് തന്നെ കേരളത്തിൽ പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നില്ല എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങള്, ഒഴിഞ്ഞു കിടക്കുന്ന കോവിലുകള്, കോവിൽ മുറ്റങ്ങൾ, ഇതൊക്കെ RSSന്റെ ശാഖകളായിട്ട് രൂപാന്തരപ്പെടുകയും അവിടെ തിരിവെച്ച് ശാഖ നടത്തി ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള ആലോചന ഉണ്ടാവും. ഇത് 1960കളിലാണ് ഏറ്റവും ശക്തമായിട്ട് നടന്നത്. 1967 ശരിക്കും 1967 തന്നെ അങ്ങാടിപ്പുറം തളി പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. രേഖകൾ പ്രകാരം 1968 എന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും പ്രവർത്തകർക്ക്, തന്റെ കാര്യകർത്താക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു പ്രക്ഷോഭത്തിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ നവീകരിക്കുന്നതിലൂടെ അതിന് ചുറ്റുമുള്ള ജനതയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അവർക്ക് പോരാടാനുള്ള, പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവുക, ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുക എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് കേരളത്തിന് മാധവജിയാണ്. കേരളം RSSകാർക്ക് മാത്രമല്ല, മൊത്തം കേരളത്തിനും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സ്വതന്ത്രനായി സഞ്ചരിക്കുകയും അദ്ദേഹം സമൂഹത്തിലെ ഏത് നിലയിലുള്ള വ്യക്തികളുമായി സംവദിക്കുകയും അവരെ തന്നോട് കൂട്ടിച്ചേർക്കുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ കൊണ്ട് മുന്നിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ ക്ഷേത്ര നവീകരണം, ക്ഷേത്രങ്ങളെ വീണ്ടെടുക്കുക, ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുക, ക്ഷേത്ര ആചരണങ്ങളെ വീണ്ടെടുക്കുക,
അത് കൃത്യമാക്കുക. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു മത അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനം അതിലെ പൗരോഹിത്യത്തിന് ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പുരോഹിതൻ മോശമായാൽ ആ സമുദായം തന്നെ അപഹസിക്കപ്പെടും. ഒരു സമുദായത്തെ പരിഹസിക്കുന്നത് അതിലെ പുരോഹിതരുടെ തെറ്റുകളും പ്രവർത്തികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ശരിക്കും സാമൂഹ്യ ശാസ്ത്രത്തിൽ അത് നോക്കിയാൽ മനസ്സിലാവും. ഏതൊരു സമൂഹത്തെയും ചരിത്രപരമായും അല്ലെങ്കിൽ അല്ലാതെയും പറയുക, ഇപ്പൊ ഉദാഹരണത്തിന് തൊട്ടുകൂടായ്മ എന്നുള്ള കാര്യത്തെയാണ് ഇപ്പം പറയുന്നത്. അത് പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തന്നെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ അവർ കളിയാക്കപ്പെടും, പരിഹസിക്കപ്പെടും. ഇത് കൃത്യമായി കണ്ടുകൊണ്ടാണ് മാധവ്ജി പുരോഹിതന്മാർ എന്ന് പറയുന്നത് കേവലം മതാധികാരികളല്ല, മറിച്ച് അവർക്ക് കൃത്യമായ റോൾ ഉണ്ടെന്നും പ്രാധാന്യമുണ്ടെന്നും അവരുടേതായിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി അവർ സ്വയം തയ്യാറാവണമെന്നും. അവർ സ്വയം തയ്യാറാവുന്നത് എങ്ങനെയാണ്? പരമ്പരാഗതമായി ഗോഷ്ഠികൾ കണിച്ചല്ല, മറിച്ച് തങ്ങൾ ചെയ്യുന്ന ക്രിയകളുടെ അർത്ഥവും ഭാവവും എന്തെന്ന് മനസ്സിലാക്കി ബോധപൂർവം ഈശ്വരനെ തോറ്റിയുണർത്തുന്നതാണ് തന്റെ ഉത്തരവാദിത്തമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയകൾ ചെയ്യാൻ, ഉപാസിക്കാൻ, സാധന ചെയ്യാൻ ആ പൗരോഹിത്യ വിഭാഗം തയ്യാറാവണം എന്നുള്ള നിലയിലാണ് അദ്ദേഹം തന്ത്രവിദ്യാപീഠം സ്ഥാപിക്കാൻ മെനക്കെടുന്നത്. കാരണം ആ വിഭാഗം ഏറ്റവും കൂടുതൽ നന്നായി കൃത്യമായാൽ, സംശുദ്ധമായാൽ ആ ടോട്ടൽ വ്യത്യസ്ത സമൂഹങ്ങൾ കൂടി ചേർന്നിട്ടുള്ള മതം മുഴുവൻ പരിഹസിക്കപ്പെടലിൽ നിന്ന് വിമുക്തി നേടുമെന്നുള്ള ഒരു ചിന്ത, ആ ചിന്തയെ നമ്മൾ നമിക്കുക തന്നെ വേണം. നമ്മൾ ഏതൊരു മതത്തിലും ഇപ്പോൾ നോക്കിയാൽ നമ്മളെ ഏതൊരു മതത്തെയും നമ്മൾ കളിയാക്കുന്നത് അതിലുള്ള പുരോഹിതന്മാർ നടത്തുന്ന പ്രഭാഷണങ്ങൾ, പുരോഹിതന്മാർ നടത്തുന്ന ക്രിയകൾ, അവരുടെ തെറ്റുകൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ ആവരുത്. പെർഫെക്റ്റ് ആവണം, പരിപൂർണമാവണം, തത്വം അറിയണം. തത്വം അറിഞ്ഞ് എങ്ങനെ ക്രിയകൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനമാണ്, ആ ചിന്തയുടെ പ്രതിഫലനമാണ്. അതിൽ നാനാജാതി അല്ലെങ്കിൽ വർണ്ണഭേദമന്യേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള സന്നദ്ധതയും സജ്ജീകരണവും ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം പിൻവാങ്ങിയത്. ഇത് കേവലം ഒരു പ്രഭാഷണത്തിൽ ഒതുങ്ങി വിസ്തരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് കാലാകാലങ്ങളിൽ നമ്മൾ നിരന്തരം ചൂണ്ടിക്കാണിക്കേണ്ട ചരിത്ര ഘട്ടമാണ്. കാരണം ചരിത്രത്തെ എപ്പോഴും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിൽ മറന്നുപോകും. മറവി മനുഷ്യന് ഏറ്റവും അനുഗ്രഹമുള്ള കാര്യമാണ്. ആ മറവികളെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാധവ്ജി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. തന്ത്രവിദ്യാപീഠമാവട്ടെ അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തോടുകൂടി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തോടുകൂടി അല്ലെങ്കിൽ അത് വീണ്ടെടുത്തതോടുകൂടി ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തെ അന്നത്തെ അവിടുത്തെ മലപ്പുറത്തെ താലൂക്ക് പ്രചാരകമൊക്കെ ജില്ലാ പ്രചാരകായിരുന്ന വാസുവേട്ടൻ പറയുന്നുണ്ട്. പിന്നീടുള്ള ഓരോ ദിവസവും തകർന്നു കിടക്കുന്ന അമ്പലങ്ങളുടെ മുറ്റങ്ങളിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ, RSSകാരെ കൂട്ടിക്കൊണ്ടുപോകാൻ ശാഖ നടത്തണം. അതിലൂടെ തങ്ങളുടെ ക്ഷേത്രം നന്നാവണം. ക്ഷേത്രം നന്നാവുന്നതിലൂടെ തങ്ങളുടെ ആ ജനത മുഴുവൻ സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം പ്രതിരോധമെങ്കിലും ഉണ്ടാക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ശേഷി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മലബാറിലെ പല ഇടങ്ങളിൽ നിന്ന് ശാഖകൾ നടത്താൻ ക്ഷേത്രങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം 1960കളുടെ അവസാനത്തോടുകൂടി 70കളിൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രയത്നം അത് കേരളം മുഴുവനാണ്. ഇന്ന് ഇക്കാലത്ത് പുതിയ ആൾക്കാർ, ചരിത്രം അറിയാത്ത ആൾക്കാർ ചോദിക്കും എങ്ങനെ അമ്പലപ്പറമ്പിൽ RSSന്റെ ശാഖ. അമ്പലപ്പറമ്പ് തന്നെ നിലനിന്നത് RSSന്റെ ശാഖ ഉണ്ടായതുകൊണ്ടാണ്. കാരണം അത് സംഘത്തിന്റെ ദൗത്യമായി, അത് അഹങ്കാരമല്ല, അത് ദൗത്യമാണ്. ജന്മ ദൗത്യം, അവതാര ഉദ്ദേശം അത് തന്നെയാണ്. എന്തുകൊണ്ട് ശ്രീരാമനെ
നമ്മൾ പൂജിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിശ്വാമിത്രൻ യജ്ഞത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയത്. യജ്ഞത്തിൽ അവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ കൊണ്ടുപോയിട്ടില്ല, സംരക്ഷിച്ചോളാം. അതേ മട്ടിൽ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി, സംരക്ഷക വിഭാഗത്തെ, ആ ഒരു ഭാവത്തിലാണ് അവിടെയൊക്കെ. എന്നാൽ അത് മാത്രം മതിയോ? അപ്പോഴും വലിയ പ്രശ്നമുണ്ട്. ഏതൊരു സമൂഹവും ഉദ്ധരിക്കുന്നതിലൂടെ, അതിന്റെ പാരമ്പര്യത്തെ ഉദ്ധരിക്കുന്നതിലൂടെ പരമ്പരാഗതമായ തെറ്റുകൾ, കീഴ്വഴക്കങ്ങൾ, അതിലുള്ള ഉച്ചനീചത്വങ്ങൾ ഒക്കെ വീണ്ടും പൊന്തി വരും. ആ പൊന്തി വരുന്ന സമയത്ത് എന്താവണം? ആ പൊന്തി വരുന്ന സമയത്ത് അതിനെ മുഴുവൻ വേരോടെ പിഴുതെടുക്കാൻ പറ്റുകയല്ല, മറിച്ച് ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ബോധവൽക്കരിക്കുന്നത് എങ്ങനെ? നേരത്തെ വാസന്തി ചേച്ചി പറഞ്ഞു, അവിടെ തകർന്നു കിടക്കുന്ന ക്ഷേത്രത്തിൽ എല്ലാവരും കൂടെ അത് അമ്പലമുണ്ടായി. ആ സമയത്ത് നിത്യേന അവിടെ വരാൻ പഠിക്കാൻ സഹസ്രനാമം ചൊല്ലുന്നു. സഹസ്രനാമം ചൊല്ലുന്നതോടുകൂടെ നമ്പൂരി ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തെ ബോധവൽക്കരിക്കുകയും വേണം. അദ്ദേഹത്തെ ബോധവൽക്കരിച്ചു മാധവജി. അത് മാധവജി, ഒരു മാധവജി മാത്രം മതിയോ? പോരാ, അനേകം പേര് വേണം. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ വ്യക്തിയിലും, നമ്മുടെ ഭാരതീയ ശാസ്ത്രപ്രകാരം ഓരോ വ്യക്തി, ഈശ്വരൻ എപ്പോഴും പറയും പ്രപഞ്ചം ഈശ്വരനാണ്, പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്കും ഈശ്വരനാണ്, അവനവനുള്ളിലുള്ള ഇതും ഈശ്വരനാണ്, ഈശ്വരൻ സർവത്തിലും ഉണ്ട്. ആ ഈശ്വരിയെ തോറ്റി ഉണർത്തുന്ന പ്രക്രിയ താന്ത്രികമായ രീതിയിൽ ഏതൊരു മനുഷ്യനും അവകാശപ്പെട്ടതാണ് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനമായിട്ട് താന്ത്രികമായിട്ടുള്ള ഉപാസനാ പദ്ധതികളെ ഏവർക്കും, ജാതി മത ലിംഗഭേദമെന്നെ ആർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ അവിടെയും നിന്നില്ല. അദ്ദേഹം വലിയൊരു പാലിയം വിളംബരം സൃഷ്ടിച്ചു. പാലിയം വിളംബരത്തിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ ഗുരുനാഥൻ നമ്മോട് പറയും. നമ്മുടെ സമാപന ഭാഷണം, അതിൽ നിന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന ഒരു വലിയ ദൗത്യത്തെ ഗുരുനാഥൻ നമുക്ക് മുമ്പാകെ വെക്കുക. കേവലം ജപിച്ച് ദീക്ഷ വാങ്ങി ജപിച്ച് തന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു പ്രക്രിയയെ അല്ല മാധവജി വിഭാവനം ചെയ്തും നമ്മുടെ ഗുരുനാഥൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ മേഖല. അങ്ങനെ വരുന്ന അയാൾക്ക് പൂർവജന്മാർജിതമായിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അയാൾക്ക് കേവലം അയാളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്ന പദ്ധതിക്കല്ല അയാൾ വന്നത്, മറിച്ച് അയാൾ നിൽക്കുന്ന ഇടം, സമൂഹം, ദേശം, പ്രപഞ്ചം, പ്രകൃതി, ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. കേവലം അതൊരു ദീക്ഷ വാങ്ങി പുരസ്ചരണം നടത്തിയുള്ള ഇടപാടല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാമൂഹ്യമായിട്ടുള്ള, പ്രാപഞ്ചികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഉള്ളവനെ ഇതിന്റെ പിന്നാലെ പോകാൻ പറ്റും. അതൊരു കാര്യം. ആ ഒരു ദൗത്യം മാധവജി ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ അനുവാചകർക്ക് പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം പാലിയം വിളംബരത്തിന്റെ ചരിത്രം നമുക്കറിയാം. എങ്ങനെ ഗാന്ധിജി ഇണ്ടന്തുരുത്തി മനയിൽ പോയിട്ട് കോലായിൽ ഇരുന്ന സമയത്ത് അകത്തിരുന്ന് ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി സംസാരിച്ചു. ആ സംസാരിക്കുന്ന സമയത്ത് ഗാന്ധിജി ആരാണ് എന്നുള്ളത് അറിഞ്ഞു വരുന്നൊരു കാലമാണ്. ഗാന്ധിജിക്ക് തന്ത്രശാസ്ത്രത്തിലോ വേദത്തിലോ വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അദ്ദേഹം അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം പരമ്പരാഗതമായിട്ടുള്ള താന്ത്രിക പഠനങ്ങളിലൊന്നും അദ്ദേഹം വ്യാപൃതനായിരുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടു ക്ഷേത്രപ്രവേശനം, അതിലൂടെ വഴി നടക്കാനുള്ള, വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലത്ത് നടക്കാനുള്ള വഴി കൊടുക്കണം. അന്നത്തെ സമൂഹം അവർക്ക് ഏത് വിധത്തിലാണ് ഞങ്ങൾ വഴി കൊടുക്കുക അല്ലെങ്കിൽ പ്രവേശനം അനുവദിക്കുക എന്ന് താന്ത്രികമായി അവർ അനുസരിച്ചു വരുന്ന ആ വഴക്കമുണ്ട്, പരമ്പരാഗത രീതി. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചില്ല. അത് കാരണം അദ്ദേഹത്തിന് വിജ്ഞാനത്തിൽ അദ്ദേഹത്തിന് ഗ്രാഹ്യമില്ലായിരുന്നു.
അത് അദ്ദേഹം ശ്രദ്ധിച്ച ഒരു വിഷയമായിരുന്നില്ല. ഈ ഒരു ന്യൂനതയാണ് മാധവജി പരിഹരിക്കുന്നത്. വാസുവേട്ടൻ മുമ്പ് പ്രചാരകായിരുന്ന മാധവജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന വാസുവേട്ടൻ പറയായിരുന്നു, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ മാധവജി എങ്ങനെയാണ് വലിയ വലിയ മനകളിൽ പോയിട്ട് തന്ത്രിമാരെയും വൈദികരെയും ഒക്കെ കണ്ടിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാധവജിയോടൊപ്പം പല സ്ഥലങ്ങളിലും ആഴ്വാഞ്ചേരി മനയിൽ വരെ പോയിട്ടുണ്ട്. അതിനുശേഷം മാധവജി സംഘപ്രചാരകൻ എന്നുള്ള നിലയിലും പോയിട്ടുണ്ട്, സ്വന്തം നിലയിൽ. പക്ഷേ മാധവജിയാണ് ഇവിടെയൊക്കെ ആദ്യം പോവുക. ആദ്യം പോകുന്ന സമയത്ത് അദ്ദേഹം ആരെയും കൂട്ടിയിരുന്നില്ല. ആദ്യം പോകുന്ന ഒരു ഘട്ടങ്ങളിലും അദ്ദേഹം ആരെയും കൂട്ടിയിരുന്നില്ല. ഏതൊരു പ്രകാരത്തിലാണോ വീട്ടിലേക്ക് അല്ലെങ്കിൽ മനയിലേക്ക് അല്ലെങ്കിൽ കോവിലകത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയോട് അവിടെയുള്ളവർ പെരുമാറുക, അത് മറ്റുള്ള പ്രവർത്തകർ കണ്ടാൽ അവർക്കുണ്ടാവുന്ന വിഷമം, അവർക്കുണ്ടാവുന്ന ചിന്ത, ഇവയൊക്കെ എല്ലാ ചിന്തകളെയും നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ, അതിനുള്ള സാഹചര്യങ്ങൾ ഒന്നും സൃഷ്ടിക്കാതെ അദ്ദേഹം ഒറ്റയ്ക്ക് പോവുകയും തൻ്റെ ആർജിത വിജ്ഞാനം കൊണ്ട് അവരുമായി സംവദിക്കുകയും ആ സംവദിക്കലിനുള്ളിൽ അവർ അദ്ദേഹത്തെ തങ്ങളിലേക്ക് സ്വീകരിക്കുകയും, തങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വീടുകളിലേക്ക്, തങ്ങളുടെ മനസ്സിലേക്ക് ഒക്കെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിന് ശേഷമാണ് മാധവജി മറ്റൊരു പ്രചാരകനെയും കൂട്ടി അത്തരം വീടുകളിൽ പോവുക എന്നാണ് വാസുവേട്ടൻ പറഞ്ഞ അറിവ്. ഞാനത് പലരോടും ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക്, എങ്ങനെയാണ് ഇദ്ദേഹം ഇവരൊക്കെ ആയിട്ട് സംവദിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മറുപടി ഇതാണ്. ഇതൊരു രീതിയാണ്. അത്തരത്തിൽ പോവുകയും അത് അവസാനം പാലിയം വിളംബരത്തിലേക്ക് തങ്ങൾ എത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, പാരമ്പര്യ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അവരെ ഉയർത്തുകയും, അദ്ദേഹം അവരെ ഉയർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. 1988 അദ്ദേഹം സ്വദേഹത്തെ വെടിയുന്നു. അങ്ങനെയൊക്കെ തന്റെ പ്രവർത്തനത്തിലെ 1975 അടിയന്തരാവസ്ഥ കാരണം 1925 എന്ന് പറയുന്നത് 1975 അടിയന്തരാവസ്ഥ നടക്കുന്നത്. കേവലം താന്ത്രികമായ രീതി മാത്രമല്ല, മറിച്ച് സാമൂഹ്യമായിട്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ സ്വാതന്ത്ര്യത്തിൽ ആരാണ് ഇതിന് സംയോജകനായി നിൽക്കുക? അന്നത്തെ പ്രാന്തപ്രചാരകായിരുന്ന ഭാസ്കർ റാവുജി, മറ്റ് ഇതര കക്ഷികൾ, അന്നത്തെ പ്രതിപക്ഷത്തുള്ള മറ്റു കക്ഷികളോട് സംസാരിക്കാനും അവരെ സംയോജിപ്പിക്കാനും വേണ്ടി മാധവജിയായിരുന്നു നിയോഗിച്ചിരുന്നത്. മാധവജിയാണ് അന്ന് കേരളത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ല, പഴനിയിൽ പോയിട്ട് അവരുമായിട്ട് മീറ്റിംഗ് നടത്തുന്നത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് 977 വരെ ഏറ്റവും നീണ്ടു നടന്ന ഒരു സത്യാഗ്രഹ സമരവും അതിനുശേഷമുള്ള പ്രക്രിയയും ഒക്കെ തൻ്റെ മനക്കണക്കുകൾ കൊണ്ടാണ് അദ്ദേഹം നിയന്ത്രിച്ചിരുന്നത്. ഇത് അദ്ദേഹം മാത്രമല്ല, മറ്റു സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനുള്ള വലിയൊരു വൃന്ദമുണ്ട്. പക്ഷെ മാധവജിക്ക് അതിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. കാരണം ഭാസ്കർ റാവുജി അദ്ദേഹത്തെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ജോലിയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഹിന്ദു സശക്തീകരണത്തിലൂടെ മാത്രം ഹിന്ദു വോട്ട് ബാങ്ക് എന്നുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് മാധവജിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു മുന്നണി എന്നുള്ള സംവിധാനത്തിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. ഹിന്ദു മുന്നണി എന്നുള്ളത് നമുക്ക് ഇന്നും നമ്മൾ പറയും, ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊന്ന് കേരളത്തിലില്ല എന്ന്. ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊന്ന് കേരളത്തിൽ ഉണ്ടാവുന്ന കാലത്ത് മാത്രമേ നിലവിൽ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് സ്വന്തം, അതായത് കാലിൽ ആത്മാഭിമാനത്തോടുകൂടെ നിൽക്കാൻ സാധിക്കും. അത് ഏത് പാർട്ടി എന്നുള്ളത് നമുക്ക് പ്രാധാന്യമുള്ളതല്ല. ഹിന്ദു വോട്ട് ബാങ്കിന് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പറയുന്ന ഒരു നിയമസഭാംഗം, ഒരു പഞ്ചായത്ത് മെമ്പർ ഉള്ള കാലം, അതാണ് മാധവജി തന്നെ വിഭാവനം ചെയ്തതെന്ന് അദ്ദേഹത്തിന് ഹിന്ദു മുന്നണിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം. ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാധവജി അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക മേഖലയിൽ ചെന്ന വലിയ സംഭാവനകളുണ്ട്. ശാസ്ത്രലോകത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ ഇതുണ്ട്. മനഃശാസ്ത്ര വിഭാഗത്തിൽ അദ്ദേഹം ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇന്നും മനഃശാസ്ത്ര വിഭാഗത്തിൽ, ആധുനിക മനഃശാസ്ത്രത്തിന്
ആ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല. ഞാൻ മാധവ കേരള സുധ എഴുതുന്ന സമയത്ത് ആ സമയത്ത് കൊറോണ ടൈമായി. കൊറോണ സമയം മാത്രമല്ല, അതിന് തൊട്ടുമുമ്പ് പ്രളയം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജ്യോതിഷകാരന്മാർ, ജ്യോതിഷികൾ നിരന്തരം പ്രകൃതിയുടെ മാറ്റം, രോഗം, ഇതൊക്കെ പറഞ്ഞിട്ട് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുകയും അവർ അപഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തെ സമയത്ത് മാധവജി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആധുനിക അത് എത്രമാത്രം പെർഫെക്റ്റ് ആണ്, പൂർണ്ണമാണ് ഈ ജ്യോതിഷ മേഖല, അത് എങ്ങനെ വിപുലപ്പെടണം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടത് ആധുനിക കാലത്തെ കാലാവസ്ഥാ നിരീക്ഷണങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും ജ്യോതിഷികളുടെ നിഗമനങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് ഒരു സംവദിക്കലുണ്ടായി അതിൽ നിന്നൊരു വിജ്ഞാനം രൂപപ്പെടണം. ആയുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രാലയം നമുക്കുണ്ട്. ആയുഷ് ഉണ്ടായത് തന്നെ ആധുനിക ഇതില് പാശ്ചാത്യ അല്ലെങ്കിൽ അലോപ്പതിക് മെഡിസിൻ മാത്രമല്ല, മറ്റേത് മെഡിസിനും തത്തുല്യമായ സ്ഥാനം ഉണ്ടാവണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. മാധവജി ഔഷധശാസ്ത്രത്തെ പറ്റി പറയുന്നത്, ഔഷധശാസ്ത്രത്തിൽ ഉണ്ടാവാൻ പോകുന്ന അനന്തമായ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം പഠനം എഴുതിയിട്ടുണ്ട്. അത് കേവലം ഒരു ലേഖനമല്ല, മറിച്ച് ഗവേഷണ പ്രബന്ധങ്ങളെ തന്നെയാണ്. അത്തരത്തിൽ നിരന്തരം വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ശില്പകലയുമായി ബന്ധപ്പെട്ടിട്ട്, ഇത് എന്തുകൊണ്ട് അദ്ദേഹം മനഃശാസ്ത്രത്തെ താന്ത്രികമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്നോ നഷ്ടമായ ഹിന്ദു ഐഡന്റിറ്റി, നമ്മുടെ സ്വത്വം, ആ സ്വത്വബോധം പിൽക്കാലം ഒരിക്കലും നശിക്കരുതെന്നും ആ നശിക്കാതിരിക്കാൻ ചിഹ്നപ്പെടുത്തലുകൾ, അടയാളപ്പെടുത്തലുകൾ ആവശ്യമാണെന്നും ആ അടയാളപ്പെടുത്തലുകൾക്ക് വേണ്ടത്, ഉദാഹരണത്തിന് വാസ്തുവാണെങ്കിൽ കേരളീയമായ മാതൃകയിലുള്ള കെട്ടിടങ്ങളാവണം, അല്ലെങ്കിൽ കേരളീയമായ രീതിയിൽ അല്ലെങ്കിൽ താന്ത്രികമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാവണം, വാസ്തുശാസ്ത്രപരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാവണം എന്നുള്ള നിഷ്കർഷ വെക്കുന്നത് ഞങ്ങൾ ഏത് തരത്തിലുള്ള വലിയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ പാരമ്പര്യ രീതിയെ, സാധനയെ അല്ലെങ്കിൽ സമ്പ്രദായത്തെ പിന്തുടർന്നാണ് ഞങ്ങൾ കെട്ടിടം വെക്കുന്നുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രമേ കേരളീയൻ എന്നുള്ള, ഭാരതീയൻ എന്നുള്ള, ഹിന്ദു എന്നുള്ള ഒരു സ്വത്വബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാവും. ഞാൻ വാസ്തു മാത്രം ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ചരിത്രത്തിൽ എങ്ങനെയാണ് ചരിത്രത്തെ രേഖപ്പെടുത്തേണ്ടതെന്നും ശേഖരിക്കപ്പെടേണ്ടതെന്നും പഠിക്കപ്പെടേണ്ടതെന്നും മാധവജി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1979 പറഞ്ഞിട്ടുണ്ട്. ഇന്നും അതിന്റെ ഒരു പ്രാവർത്തിക ഭാഗങ്ങളും കേരളത്തിൽ ഇന്നുമില്ല. ഇനി അങ്ങോട്ട് ഇനിയും സാധ്യതകൾ മാധവജിയെ വായിക്കുന്നതിലൂടെ, വിശേഷിച്ച് ഡിജിറ്റലൈസ്ഡ് ഏജ് ആണ് ഇപ്പം, അതിസാങ്കേതിക വിദ്യയുടെ ലോകമാണ്. ആ സമയത്ത് പോലും തന്റെ സ്വത്വം നഷ്ടപ്പെടാതെ, തന്നിലുള്ള ഈശ്വരീയതയെ വളർത്തിയിട്ട്, തന്റെ കുലത്തെ വളർത്തിയിട്ട്, തന്റെ ദേശത്തെ വളർത്തിയിട്ട്, അതിനൊക്കെ ക്ഷേത്രം, തന്ത്രം എന്നുള്ള ഒരു പദ്ധതിയെ, ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യന് വിശ്വപൗരനാവാനുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തോളം ഉയരാമെന്നുള്ള ഒരു വലിയ തത്വശാസ്ത്രത്തെ ഇനിയും അനുസന്ധാനം ചെയ്യുന്ന പറ്റുന്ന വിധത്തിൽ നമുക്ക് നൽകിക്കൊണ്ടാണ് മാധവജി തന്റെ ശരീരം വെടിഞ്ഞത് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇത്രം അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുക, ആശ്ചര്യത്തോടുകൂടി ഓരോ ചിന്തയെയും നോക്കിക്കാണുക എന്നല്ലാതെ ഈ വേറെ മാർഗമില്ല. അതുകൊണ്ട് മാധവജിയെ വായിക്കുക, അറിയുക, അനുസന്ധാനം ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒരു കാര്യം പറയാം, മാധവജി തന്റെ ആരോഗ്യത്തെ മുഴുവൻ തൃണവൽക്കരിച്ചുകൊണ്ട്, അദ്ദേഹം വലിയ ഉപാസകനായി ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ മാസ്റ്ററായിരുന്നു, തന്റെ ശരീരത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹം ആരുടെയും ഒരു സ്വകാര്യ സ്വത്തായിരുന്നില്ല, പൊതുവായിരുന്നു, തന്റെ ജീവിതം സന്ദേശമാക്കിക്കൊണ്ട്. അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് വന്നാൽ പൊതുവാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള, പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള, അവനവനൊരു ഉപകരണമാണ്. അത്തരത്തിലുള്ള ഒരു ബോധം
രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ സമ്പ്രദായത്തിൽ വിശേഷിച്ച് ശ്രീവിദ്യേന്റെ ക്ലാസ് കൂടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചിന്ത നമ്മിൽ അങ്കുരിപ്പിക്കപ്പെടണം. നമുക്ക് മാധവജിയെ വായിക്കുന്നതിലൂടെ നമുക്ക് എന്ത് സേവനം, ഹിന്ദു എന്ന് പറഞ്ഞാൽ സേവനമാണ് എന്നും മാധവജി പറഞ്ഞിട്ടുണ്ട്. എന്ത് സേവ, ഈശ്വര സേവ എന്ന് പറഞ്ഞാൽ ഹിന്ദു സേവിക്കുകയാണ്, ഒരാളെ സഹായിക്കുകയാണ്, അഗതികളെ നോക്കി നടക്കുന്നെങ്കിൽ ഹിന്ദു എന്ന സേവന മനസ്സ് പറഞ്ഞ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു ലേഖനം കേസരിയില് വാർഷികപദത്തിൽ എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ സേവന ഭാവത്തോടു ഈശ്വരാർപ്പണത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ, എന്നാൽ ശക്തമായിട്ട് സ്വത്വബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാനുള്ള പ്രേരണാ സ്രോതസ്, വഴി വെളിച്ചം ഒക്കെയാണ് നമുക്ക് മാധവജി എന്ന് അദ്ദേഹത്തെ വായിക്കുമ്പോൾ അറിയുമ്പോൾ ഏറ്റവും പുതിയ ആൾക്ക് പോലും അനുഭവവേദ്യമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രാമേട്ടൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ശ്രേഷ്ഠാചാര്യ മഠാധിപതി പൂജനീയ വിശ്വനാഥേട്ടൻ, മാതാജി വാസന്തി ചേച്ചി, ഈ അർദ്ധനാരീശ്വരന്മാർക്ക് വന്ദനം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു. ഇതേപോലെ മാധവജി ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാക്കിയിട്ടേ തിരിച്ചു പോയിട്ടുള്ളൂ. 1982 വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ പ്രധാന പ്രവർത്തകരായിരുന്നു മാധവജിയും പരമേശ്വരജിയും. അതിൽ അന്നത്തെ ഗണഗീതം ഹിന്ദുരാഷ്ട്ര ചൈത്രരഥം അരുണവർണധ്വജസഹിതം തേജസാ സമുജ്വലിതം ആഗതം സുസ്വാഗതം ആഗതം സുസ്വാഗതം. 1982 ആ ഗണഗീതം, ആ അരുണവർണ്ണ പതാക ഭഗവത്ധ്വജമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ RSSന്റെ ഗുരു. അതിൽ 2 ഭാഗങ്ങളുണ്ട്. ബാഹ്യമായിട്ട് മേലെ കാണുന്ന വീതി കുറഞ്ഞ ഭാഗം, അതിന്റെ താഴെ വീതി കൂടിയ ആത്മീയതയെ സൂചിപ്പിക്കുന്ന കാര്യം. അതിനെ വളരെ വ്യക്തമായ രീതിയിൽ പ്രവർത്തകരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മാധവജിയിലുണ്ടായിരുന്നു. അതിന് അദ്ദേഹം സംഘശാഖയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്നു. അതിനെ ആ ശാഖയിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ ശാഖയിൽ പോകുന്നത്, അതിൽ നിന്നാണ് നമുക്ക് എല്ലാം ഉണ്ടായി വരുന്നത്. ആ ശാഖാ പ്രവർത്തനത്തിനെ മനുഷ്യ ശരീരത്തിലെ തലയോടാണ് അദ്ദേഹം ഉപമിച്ചത്. തല മുകളിൽ വരാൻ തന്നെ കാരണം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാലില്ലാത്തവരെയും കൈയില്ലാത്തവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ 61-62 ആ കാലഘട്ടത്തില് കോഴിക്കോട് കാര്യവാഹകരിക്കുന്ന സമയത്ത് യാത്ര ചെയ്ത സമയത്ത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദൈനംദിന ശാഖയുടെ പ്രാധാന്യം.
അപ്പൊ നിങ്ങൾ ആ ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂർ ആ ചാക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ തലക്ക് പ്രാധാന്യം കൊടുക്കാതെ കാലിന് മുകളിലേക്കാക്കി അങ്ങനെ തല കൊണ്ട് കുത്തി കുത്തി നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കാണ് മാധവജി. ഈ 6 ശാഖയിൽ, പ്രഭാത ശാഖ, സായം ശാഖയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാനുണ്ട്. അത് ഞാൻ 8ൽ പഠിക്കുന്ന സമയം. ഇന്നും മറക്കാതെ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണത്. ഒരുപാട് പ്രവർത്തകന്മാരെ മാധവജി സംഘത്തിന്റെ പ്രചാരന്മാരായിട്ടും മറ്റു നല്ല നല്ല പ്രവർത്തകന്മാരായിട്ടും വളർത്തിയെടുത്തിട്ടുണ്ട്. മാധവജിയെ പോലത്തെ ആളുകള് ഈ ആത്മീയതയിലെ അങ്ങേയറ്റം മുൻപോട്ട് പോയത് കാരണം നമുക്ക് ഇപ്പൊ അടുത്ത കാലത്തുള്ള കുംഭമേള അല്ലെ കോടികൾ വന്നു ചേർന്ന് സ്നാനം ചെയ്തു പോയത് എല്ലാം നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ മാധവിയെ പോലത്തെ ആളുകൾ, അവതാര പുരുഷന്മാരെ തന്നെ ആയിട്ട് പറയാം. നമുക്ക് ഇവിടെ ജനിച്ച് ഇവിടെ പ്രവർത്തിച്ചത് കാരണമാണ് ഈ തരത്തിലുള്ള ഒരു വലിയ മാറ്റം വന്നത്. 1980 ഞാൻ പാലക്കാട് പ്രചാരക്കായിരിക്കുന്ന സമയത്ത് മാധവിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് കൊളുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി. 2 കാറിലാണ് പോയത് പ്രവർത്തകന്മാർ. അതിന്റെ പിറ്റേ ദിവസമാണ് കുംഭമേള. ആ കൊളുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ കുംഭമേള സമയത്ത് സാധാരണ 12 വർഷം കൂടുമ്പോഴുള്ള കുംഭമേളയെ പറ്റിയാ പറയുന്നത്, 1980. അപ്പൊ ആ കുംഭമേള ദിവസം ആ നദിയിൽ കുമിളകൾ പൊങ്ങും. ആ നദിയിൽ കുളിച്ചാൽ സർവ്വ പാപങ്ങളും തീരും, മോക്ഷം കിട്ടും എന്നൊക്കെയായിരുന്നു മാധവജി അന്ന് സംസാരിച്ചത്. അവിടുത്തെ തന്ത്രിയോടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഈ കോടികൾ വന്ന് സ്നാനം ചെയ്ത് ലോകം മുഴുവനൊന്ന് ഒരു മാറ്റം തന്നെ വരുത്തിയ ആ ഒരു ആധ്യാത്മിക ചിന്താഗതിക്ക് കൂടുതൽ സമയം കൊടുത്ത്, അതേപോലെ സംഘപ്രവർത്തകന്മാരോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് ആധ്യാത്മിക കാര്യം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ചെയ്യാൻ സാധിക്കുള്ളൂ. വെറുതെ അമ്പലത്തിൽ ശാഖയിൽ പോയി കളിച്ച് പോയാൽ മാത്രം പോരാ, അവിടുത്തെ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളും കൂടി അന്വേഷിക്കണം. ഇത് എന്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടും OTC-യിൽ സംഘശിക്ഷാ വർഗിൽ ഭൗതിക് ചെയ്യുന്ന സമയത്ത് കൂടി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെ മാധവിയുടെ പ്രവർത്തനം കാരണമാണ് ഞാൻ സംഘപ്രചാരക്കായി പോയതും 10 കൊല്ലം പ്രചാരക്കായി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ആ ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ കോഴിക്കോട് ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനും എനിക്കൊരു ഭാഗ്യം കിട്ടി. ഈ ശേഷാചാര്യ സഭയിൽ മാധവിയുടെ അനുസ്മരണ ദിനത്തിൽ എന്നെ വിളിച്ച ശേഷാചാര്യന് മാതാജിക്കും ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ശ്രീരാം. ചേട്ടാ മ്യൂട്ടാണ്. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഠ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സമയം കുറച്ച് വൈകി, പക്ഷെ വളരെ നന്നായിട്ട് മാധവജിയെ കൃത്യമായിട്ട് അദ്ദേഹം ചിത്രം വരച്ച് കാണിച്ച ദീപേഷ്, അദ്ദേഹം പൂർണ്ണ സ്മരിച്ച മാസന്തി, അതുകൊണ്ട് ഈ സമയം തികച്ചും ഒരു ഉപകാരപ്രദമായിരുന്നു. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് പാലിയം വിളംബരത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു ശ്രമിക്കാം. ഒന്ന്, എന്താണ് പാലിയം വിളംബരം എന്നുള്ള മനസ്സിലാക്കേണ്ടതാണ്. ധാരാളം തെറ്റിദ്ധരിക്കപ്പെടുകയും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് പാലിയം വിളംബരം. എല്ലാവരെയും പൂജാരിമാക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് പാലിയം വിളംബരം എന്ന രീതിയാണ് പലരും അതിൽ കാണുന്നത്. പൂർണ്ണമായിട്ട് ആശയം മനസ്സിലാക്കാതെ പറയുന്നത്. എന്താണ് പാലിയം വിളംബരം? ഞാൻ കൃത്യമായിട്ട് വായിക്കാം.
1987 ആഗസ്റ്റ് 26 പാലിയം, എറണാകുളം ജില്ലയിൽ പാലിയത്ത് വെച്ചിട്ട് ആ വീട്ടിൽ വെച്ച്, പാലിയം കൊട്ടാരത്തിൽ വെച്ച് അന്നത്തെ വൈദികന്മാരും അന്നത്തെ സാമൂഹ്യ പ്രവർത്തകരും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. എന്താണത് പറഞ്ഞിരിക്കുന്നത്? ആ പ്രഖ്യാപനം മുഴുവൻ നമുക്ക് കേൾക്കാം. സനാതന ധർമ്മം വേദതത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. ആ തത്വങ്ങൾ സർവ്വസാധാരണ ജനങ്ങൾക്ക് പ്രായോഗികമാക്കുന്നതിനായി നിർമ്മിച്ച ആചാര സംഹിതകളാണ് സ്മൃതികൾ. സ്മൃതികൾ അനവധിയായത് തന്നെ ദേശകാലാവസ്ഥകൾക്കനുസൃതമായി ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യാസപ്പെടുത്തി ക്രമീകരിച്ചതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. വളരെ കാലമായി ഇപ്രകാരം ആവശ്യമായിരുന്ന ഭേദഗതികൾ ആചാരാനുഷ്ഠാനങ്ങളിൽ വരുത്തുവാൻ സാധിച്ചിരുന്നില്ല. തദ്ഫലമായി ജനനാടിസ്ഥാനത്തിലുള്ള ജാതി സമ്പ്രദായം ദൃഢമൂലമായി വളർന്നു. ഇത് സമുദായ ഘടനകൾ ദുഷിപ്പിക്കുവാൻ കാരണമായി. നിലവിലുള്ള ജീവിത രീതിക്ക് യോജിക്കാത്തതുമായി തീർന്നു. ഹിന്ദു സംസ്കാരത്തിന്റെ മൂലതത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഹൈന്ദവ ജനതയുടെ പൊതു താത്പര്യം പരിഗണിച്ച് പല സമ്മേളനങ്ങളിലായി കേരളത്തിലെ വൈദിക, താന്ത്രിക, ധർമ്മശാസ്ത്ര പാരമ്പര്യമുള്ള പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് അംഗീകരിച്ച് പ്രഖ്യാപിച്ച വിളംബരമാണിത്. കാരണം അത് പാലിയ വിളംബരം അത് മാത്രം പ്രഖ്യാപനമായിരുന്നു. അതിനു മുമ്പേ ക്ഷേത്ര സംരക്ഷണ സമിതി കോട്ടയം സമ്മേളനത്തിലും അതുപോലെ തന്നെ പറവൂരിനടുത്തുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച പണ്ഡിത യോഗത്തിലും ഒക്കെ ചർച്ച ചെയ്ത ശേഷം ഒടുവിലൊരു പ്രഖ്യാപനമായിട്ട് പുറത്തു വന്നതാണ്. ഹിന്ദുമതത്തിന്റെ മഹത്തായ മൗലിക തത്വങ്ങളിൽ അടിയുറച്ച ഒരു സാമൂഹ്യ ജീവിതം കേരളത്തിൽ തുടർന്ന് നിലനിർത്തുന്നതിന് സംസ്കാര കർമ്മങ്ങൾക്ക് ജനന ഉപാധിയല്ലെന്നും, സംസ്കാര കർമ്മങ്ങൾക്ക് ഷോഡശ സംസ്കാര കർമ്മങ്ങൾ, ചോറൂണ്, ഉപനയനം, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്ക് ജനനം ഉപാധിയല്ലെന്നും കർമ്മങ്ങളെ കൊണ്ട് ബ്രാഹ്മണ്യം ആർക്കും നേടാമെന്നും ഉള്ള തത്വം അംഗീകരിച്ചിരിക്കുന്നു. അപ്രകാരം ബ്രാഹ്മണ്യം നേടിയവർക്ക് ക്ഷേത്ര പൗരോഹിത്യത്തിന് അർഹതയുണ്ടെന്ന് പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ഷോഡശ കർമ്മങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും ആകാവുന്നതാണ്. എങ്കിലും പൗരോഹിത്യ പരിശീലനത്തിന് യോഗ്യത സമാവർത്തന പര്യന്തമുള്ള കർമ്മങ്ങളായിരിക്കുമെന്നും അവ ആശ്വാനായന ഗൃഹസൂത്രമനുസരിച്ച് മതിയെന്നും ഉള്ള തീരുമാനങ്ങൾ ഈ സഭ ഐകകണ്ഠ്യമായി അംഗീകരിക്കുന്നു. കേരള ക്ഷേത്ര അതാണ് ഈ പ്രഖ്യാപനം. ഇത് അതിനിപ്പോ പല കാര്യങ്ങൾ സമയത്തായിട്ട് നടന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്കാരക്രിയകൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. അതിന് ഏറ്റവും ലഘുവായ പദ്ധതിയാണ് അശ്വാലായന ഗൃഹസൂത്രം എന്ന് പറയുന്ന പകഴിയം ചടങ്ങ് എന്ന ഗ്രന്ഥം. വളരെ ലഘുവായിട്ട് എല്ലാവർക്കും അനുവർത്തിക്കാവുന്ന ഒരു വളരെ ലളിതമായ ഒരു പദ്ധതിയാണ്. അതുവഴി ചെയ്താൽ മതിയെന്ന്. അതനുസരിച്ച് മുന്നോട്ട് വരുന്നവർക്ക് പൗരോഹിത്യമാവാം. അപ്പൊ പൗരോഹിത്യത്തിന്റെ ഒരു വേണ്ടിയിട്ടല്ല സത്യത്തിൽ ഈ പാലിയമുള്ള പ്രഖ്യാപനക്കാരൻ. ഈശ്വരാരാധന പോലെ തന്നെ സംസ്കാര കർമ്മങ്ങളും മതത്തിന്റെ അടിസ്ഥാനമാണ്, അതെല്ലാവരും അനുവർത്തിക്കേണ്ടതാണ് എന്ന ഊന്നൽ കൊടുക്കുന്ന. കാരണം സംസ്കാര കർമ്മങ്ങൾക്ക്, കൃത്യമായ ആചരണങ്ങൾക്ക് ലോപം വന്നതാണ് ഹിന്ദു മതത്തിനെ പറ്റിയ പല ഒരപചയം ഈ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. വിവാഹം ഉന്നതമായ സംസ്കാരമാണ്. പക്ഷെ മിക്കവാറും എല്ലാ വിവാഹ വേദികളും എന്താ നടക്കുന്നത്? പ്രഹസനങ്ങളാണ് നടക്കുന്നത്. ലക്ഷ്യബോധമുണ്ട് വിവാഹ സംസ്കാരത്തിന്. എല്ലാവരുള്ളിലും ഈശ്വര ചൈതന്യമുണ്ട്.
പുരുഷന്റെ ഉള്ള ചൈതന്യം ശിവനും സ്ത്രീയുള്ള ചൈതന്യം ശക്തിയുമാണ്. ശിവനും ശക്തിയുള്ള സംയോഗമാണ് വിവാഹം. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. ഇവിടെയാണ് സ്ത്രീയെ പൂജിക്കുന്നത്. അവിടെ ദേവതകൾ കളിയാടുമെന്ന തത്വശാസ്ത്രം അത് നടപ്പിലാക്കുന്ന വേദിയാണ് വിവാഹവേദി. കാരണം വിവാഹം കഴിഞ്ഞ വധുവിനെ വരന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങിന്റെ പേര് കുടിവെപ്പ് എന്നാണ്. ഒരു ഗൃഹത്തിൽ കുലദേവതയെ സ്ഥാപിക്കുന്ന ചടങ്ങിന്റെ പേര് കുടിവെപ്പ് എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ദേവതാഭാവത്തിൽ വധുവിനെ വരന്റെ ഗൃഹത്തിൽ ആനയിക്കുന്ന അവിടെ കുടിവെക്കുന്ന ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യമുള്ള ചടങ്ങിന് ഇന്ന് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വിവാഹവേദികൾ സ്ത്രീയെ അപമാനിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ചടങ്ങുകളെ പറ്റി സമൂഹം ബോധവാന്മാരാവുകയും അത് തിരിച്ചുകൊണ്ടും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 80കൾ മാധവിക്ക് മനസ്സിലാക്കി. മാത്രമല്ല ഇന്ന് കേരള ക്ഷേത്ര സംഘം ധാരാളം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു. ആ ക്ഷേത്രങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്തജനങ്ങളല്ല. ഇഷ്ടംപോലെ ഭക്തജനം അമ്പലത്തിൽ വരുന്നത്. അമ്പലത്തിൽ ധാരാളം വരുമാനങ്ങൾ വർദ്ധിച്ചു. 68 കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വരുമാനമില്ലാത്ത അമ്പലങ്ങൾ പൂട്ടിപ്പോയ സമയത്ത്, ഈ നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത കാലത്ത് അതൊക്കെ മാറിയിട്ട് ഓരോ ഗ്രാമത്തിലെയും ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ മുമ്പോട്ട് വരുന്നു. സാമാന്യ കാര്യങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം പൂജാരിമാരെ കിട്ടാനില്ല എന്നുള്ളതാണ്. ക്ഷേത്ര സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിന് മുൻപ് നേതൃത്വം കൂടി സമാധാനം മനസ്സിലാക്കി. ഇത് പറഞ്ഞു, സമൂഹത്തിൽ മുഴുവൻ ആളുകൾക്കും ക്ഷേത്ര പ്രവേശനം, ക്ഷേത്രത്തിൽ പൂജാരിന് അവകാശമുണ്ട്. പക്ഷെ എന്ത് വേണം? അവർ സംസ്കാരക്രിയ അടിസ്ഥാനത്തിൽ മുൻപോട്ട് വരണം. കാരണം സംസ്കരിക്കപ്പെട്ട ഒരു ബോധത്തിൽ ഉയർന്ന ആളുകളാണ് പൂജാരിമാരാവേണ്ടത്. കേവലം ഇന്ന വിഭാഗത്തിൽ ജനിച്ചു, ഇന്നാളുടെ മകനായി ജനിച്ചു, ജനനമല്ല അടിസ്ഥാനം. അവർ സംസ്കരിക്കപ്പെടണം. അതുകൊണ്ട് ആ സംസ്കാരങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ഏത് മതത്തിന്റെ അടിത്തറ അതിൽ ആധ്യാത്മികതയല്ല. ആധ്യാത്മികത ആർക്കും അനുസരിക്കാം. ആർക്കൊക്കെ ആത്മാവുണ്ടോ അതിന്റെ വികാസത്തിന് വേണ്ടി ഈശ്വരമായ പ്രവർത്തനം ആർക്കും ചെയ്യാം, അതിന് ഫലം ഉണ്ടാകും. പക്ഷേ മതപരമായ വ്യത്യാസമുള്ള ആചരണങ്ങളിലാണ്. ഒരാൾക്ക് കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞിന് കൊടുക്കുന്ന സംസ്കാരക്രിയകൾ, ജാതകർമ്മവും നാമകരണവും ചോറൂണും തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് അവൻ ഹിന്ദുവാണ്. അല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ മറ്റു മതത്തിൽപ്പെടും. അപ്പൊ ഇതുപോലെ ആചരണങ്ങളാണ് മതത്തിന്റെ അടിസ്ഥാനം. ഹിന്ദു മത ആചരണങ്ങൾ കൃത്യമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ട്. ഒരു മനുഷ്യനെ ഉയർത്തി ഈശ്വരൻ ഉയരാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ആചാരങ്ങൾ. ഇത് തിരിച്ചു കൊണ്ടുവരണം എന്നതായിരുന്നു മാധവിജിയുടെ ആഗ്രഹം. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും അത് പറഞ്ഞു വെച്ചു അദ്ദേഹം. ആ പറഞ്ഞു വെച്ച അടുത്ത സമയം അദ്ദേഹം ഈ ലോകം വിട്ടുപോകുന്നു. പക്ഷേ അത് മുൻപോട്ട് പോകേണ്ട ആവശ്യമാണെന്ന് ഈ കാലത്ത് സമൂഹം മനസ്സിലാക്കും. കാരണം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾക്ക് കേരളീയ സാമൂഹ്യ അന്തരീക്ഷം ജീവിക്കുന്ന ഒരാൾക്ക് ഭയമാണ്. കാരണം തൻ്റെ കുട്ടി എവിടെ പോകും? ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത് പ്രസവിച്ച ശേഷമല്ല, ഗർഭകാലത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗർഭകാലത്താണ് കുട്ടിയെ വളർത്തേണ്ടത്. ആ സമയത്ത് മാതാവിനും പിതാവിനും ആ കുടുംബത്തിനുള്ള സംസ്കാരമാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗർഭകാല സംസ്കാരക്രിയകൾ വാസന്തിയെ പറ്റി സൂചിപ്പിച്ചു. ഓരോ മാസവും ജപിക്കേണ്ട മന്ത്രങ്ങളെ പറ്റി അദ്ദേഹം വിശദീകരിച്ചിരുന്നു. സംസ്കാരക്രിയയെ പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ആ രീതിയിൽ ഒരു കുഞ്ഞ് വളർന്നു വന്നാൽ ഗർഭകാലത്ത് മുതൽ സംസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞൊരിക്കൽ സമൂഹത്തിൽ കേടുവരില്ല. കാരണം അവർ കേടുവരാൻ പറ്റില്ല, അവരുടെ ഉള്ളിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ആ സംസ്കാരം. അങ്ങനെ മനുഷ്യനെ സംസ്കൃതനാക്കാൻ വേണ്ടിയിട്ട്, ഈശ്വരൻ ഉയരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സംസ്കാരക്രിയകൾ അത് അത്യാവശ്യമായിട്ട് തിരിച്ചുകൊണ്ട് ആവശ്യമാണെന്നും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾ ഈ ബോധം വേണം. കാരണം കേവലം സംഘടന കൊണ്ട് മാത്രം ഹൈന്ദവ ശക്തമാവില്ല. ഇവിടുത്തെ കൗടുംബികമായ ജീവിതത്തിൽ ഐക്യം വേണം. ഈ തരം ആചരണങ്ങളിലൂടെ കൗടുംബികമായ ജീവിതത്തിൽ കൂട്ടായ്മയുടെ ആചരണം ഉണ്ടാകും.
അതുകൊണ്ട് അത് കുടുംബത്തിന് ദാർഢ്യം കൊടുക്കും, ഒരു ഉറപ്പ് കൊടുക്കും കുടുംബത്തിന്. ആ രീതിയിൽ അടിസ്ഥാനപരമായ ഒരു ശാക്തീകരണം ഹിന്ദുസം ഉണ്ടാവണമെങ്കിൽ ആ ഹിന്ദുമതത്തിന്റെ ആചരണങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് നേരത്തെ മാധവജി മനസ്സിലാക്കി. പാലിയം വിളംബരത്തിന് മുൻപേ പല സമയത്ത് പല ഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ സദസ്സ് നടന്നിട്ടുണ്ട്. അതിനൊടുവിലത്തെ പ്രഖ്യാപനമാണ് പാലിയം വിളംബരം എന്ന് പറയുന്നത്. അതിന് സ്വാധീനം എന്ന് കേരള സമൂഹത്തിലുണ്ട്, പക്ഷെ അത് വേണ്ട പോലെ അത് മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് മാധവജിയുടെ ജന്മ ശതവാർഷികം വരുന്ന ഈ 25 മുതൽ അടുത്ത 26 ജൂൺ മാസം വരെയുള്ള സമയം, മെയ് മാസം വരെയുള്ള സമയത്ത് ഈ ഒരു വർഷക്കാലം അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രേഷ്ഠാചാര്യ സഭ ഒരു തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടെ സംസ്കാര ക്രിയകളുടെ പ്രചരണവും അതിൻ്റെ അതിന് നിർവഹണവും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരണം വേണം. സമയം വൈകി ഈ സമയത്ത് അത് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും മാധവജി അനുസ്മരണത്തിന് വേണ്ടി ഇത്രയും വന്ന ആളുകൾ മുഴുവൻ എനിക്ക് നന്ദി പറയുന്നു. ഇതിന്റെ സാഹചര്യ സംഭവ എൻ്റെ നമസ്കാരം. അടുത്ത നന്ദി പറയാൻ വേണ്ടി പ്രകാശൻ നന്ദി. പരിപാടി അവസാനിക്കും. പ്രകാശ് പ്രശ്നം. ഗുരുനാഥനും അമ്മയ്ക്കും മറ്റെല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. മാധവജിയുടെ 100ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രേഷ്ഠാചാര്യ സഭ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ നന്ദി അറിയിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഈ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രേഷ്ഠാചാര്യ സഭയുടെ ആചാര്യൻ നമ്മുടെ ഗുരുനാഥനായ വിശ്വോട്ടന് ഭക്തി ആദരപൂർവം ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ വാസന്തി അമ്മക്ക് ശ്രേഷ്ഠ ആചാര്യ സഭയുടെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം നന്ദി അറിയിക്കും. അതുപോലെ മാധവജി അനുസ്മരിച്ച് സംസാരിച്ച ഡോക്ടർ ദീപേഷ്, ശ്രീ രാമൻ പയ്യാനക്കൽ എന്നിവർക്കും ഞാൻ സഭയുടെ നന്ദി അറിയിക്കുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച ആനന്ദ മാസ്റ്റർ, പ്രാർത്ഥന ഗാനം ആലപിച്ച കുമാരി ശ്രേയ എന്നിവർക്കും ഞാൻ സഭയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കിയ എല്ലാ സജ്ജനങ്ങൾക്കും ശ്രേഷ്ഠാചാര്യ സഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ